നമഃ. ഓം നമഃ ശിവായ. ഹര ഹരോ ഹര ഹര. ഓം സ്കന്ദായ നമഃ. ഓം കുമരായ നമഃ. ഓം വേലായ നമഃ. വേൽമുരുകാ ഹരോഹര. വേലായുധ ഹരോഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഇന്ന് നമുക്ക് പറയാനുള്ളത് സ്കന്ദപുരാണത്തിലെ മന്മഥ പർവം എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, മഹാദേവന്റെ പുത്രനാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത്. അപ്പം മുരുക ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈലാസത്തിൽ പോലും നമുക്ക് നിഷ്പ്രയാസം എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുരുക ഭഗവാൻ അത്രയും പ്രാധാന്യമുണ്ട്. ദേവന്മാരുടെ എല്ലാം ദേവ സേനാധിപതിയാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കന്ദൻ അത്രയും പ്രാധാന്യമുണ്ട്, മുരുക ഭഗവാൻ അത്രയും പ്രാധാന്യമുണ്ട്. നമ്മുടെ തേജസ്, നമുക്ക് ഐശ്വര്യങ്ങൾ, ഇതൊക്കെ തരുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും പളനി മലയിലൊക്കെ പോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് ചില സ്ത്രീകളോട് പറയില്ല, സ്ത്രീകൾ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഭഗവാന് സ്ത്രീകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുക. അമ്മമാരോട് വളരെ സ്നേഹമാണ്. അമ്മമാരെന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ തന്നെ ഒരു അവതാരവും കൂടിയാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ടില്ലാത്തവരാണെങ്കിലും കൈലാസത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ പുത്രന്റെ സ്ഥാനത്തിരിക്കുന്നതും ആ ശ്രീകൃഷ്ണ അംശമാണ്. അപ്പം ഇവിടെയുള്ള കൈലാസത്തിലുള്ള അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ പുത്രന്മാരിലുള്ള ശ്രീകൃഷ്ണനാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത്, ശ്രീ സ്കന്ദൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കന്ദന്റെ നാമങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വളരെ ഉത്തമമായിരിക്കും. ഓം സ്കന്ദായ നമഃ. ഓം കുമരായ നമഃ. ഓം വജത് ഫുവേ നമഃ. ഓം വേലായ നമഃ. ഇതൊക്കെ നമ്മൾ പറയുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശൂലം കുത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും, ഇതിലേക്കൂടി ഇങ്ങനെ കുത്തി ഇറക്കിയിട്ടാണ് ഇതിലേക്കൂടി ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ആ നാരങ്ങ ലാസ്റ്റ് ഒരു നാരങ്ങ എടുത്ത് അവിടെ വെക്കും. അപ്പോൾ ഈ വേദനയൊന്നും ആ സമയത്ത് ആരും അറിയില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ഭസ്മങ്ങളും അതുപോലെ വെള്ളമൊക്കെ ഇങ്ങനെ ജലമൊക്കെ ഇങ്ങനെ അവരെ ഒഴിക്കും. അപ്പോൾ എത്ര ഇതായിട്ടുള്ള അവർ ഇത്രയും വ്രതം എടുക്കുന്നതാണ്. 48 ദിവസത്തെയോ അതിൽ കൂടുതൽ ദിവസങ്ങളോ ഒക്കെ വ്രതം എടുക്കുന്നവരാണ്. അപ്പോൾ വ്രതം എടുത്തിട്ട് അവരിങ്ങനെ ഈ ശൂലം കുത്തി ഇറക്കുമ്പോൾ അവർക്കത് അത്രയും എന്താ പറയാ, അത്രയും അവർക്ക് അതിനുള്ള സഹിക്കാനുള്ള ഇതല്ല, അല്ലെങ്കിൽ അവർക്ക് ആ വേദന തിരിച്ചറിയാൻ കഴിയുന്നില്ല ആ സമയത്ത്. അതൊരു അനുഗ്രഹം തന്നെയാണ് ആണല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാന്നുള്ള, ഒരു സാധാരണ മനുഷ്യന്റെ ഒരു കവളിൽ നമ്മളിങ്ങനെ ഒരു ശൂലം കുത്തി ഇറക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും എന്ത് വേദനയായിരിക്കും അല്ലേ. പക്ഷെ അവരാ വേദന പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ മുരുക ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അത്രയും പ്രാധാന്യമുള്ള ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണാംശം തന്നെയാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുരുക ഭഗവാനെയും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ഫലം നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് ഉയർച്ചയും നമുക്ക് നന്മകൾ ഉണ്ടാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഭഗവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമുക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടും, ഇനിയും താഴേക്കിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ആ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത് മന്മഥ പർവം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അത് ഞാൻ വായിക്കാം കേട്ടോ. മറ്റുള്ളവരുടെ മനസ്സുകളെ മതിപ്പിച്ചു പോരുന്നവനാണ് മന്മഥൻ. മനസ്സിന്റെ മദനത്തിൽ നിന്ന് ഉത്ഭവിച്ചവനെന്നും അർത്ഥമുണ്ട്. മഹാവിഷ്ണുവിന്റെ മനോമതത്തിൽ നിന്നാണ് മന്മഥന്റെ ഉത്ഭവം. കാമപ്രേമ ചപല ചിന്തകളുടെ ഉറവിടമായ മനസ്സിൽ നിന്ന് ജനിച്ചതിനാലാകണം അത്തരം വികാരങ്ങളുടെ അതിദേവനെന്ന സ്ഥാനം കാമദേവന് ലഭിച്ചത്. മനോവതി നഗരത്തിൽ എത്തിച്ചേർന്ന ബ്രഹ്മാവ് തന്റെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് മന്മഥനെ സ്മരിച്ചു. ബ്രഹ്മദേവന്റെ മനോഗതി അറിഞ്ഞ കാമദേവൻ
പച്ചക്കിളികളെ പൂട്ടിയ തന്റെ തെന്നൽ രഥത്തിൽ കരയേറി ബ്രഹ്മസഭാ മണ്ഡലത്തിലെത്തി. ദേവനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സ്മരിച്ചതിന്റെ കാരണം ഇതെന്ന് തിരുവുള്ളം ഉണർത്താൻ അപേക്ഷിച്ചു. അപ്പോൾ ഈ മന്മഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ കഥ എവിടെയാണ് തുടങ്ങിയത്? പാർവതി ദേവി ശിവഭഗവാന് വേണ്ടിയിട്ട് തപസ്സിരിക്കുകയാണ്. പക്ഷേ ശിവഭഗവാൻ ആ തപസ്സിൽ നിന്ന് ഉണരുന്നില്ല. അപ്പോൾ മന്മഥൻ വിചാരിച്ചാൽ മാത്രമേ, അതായത് കാമദേവൻ വിചാരിച്ചാൽ മാത്രമേ പാർവതി ദേവിയുടെ തപസ് പൂർണ്ണമാകുകയുള്ളൂ, ശിവഭഗവാനെ ഉണർത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ദേവന്മാരെല്ലാവരും കൂടെ ബ്രഹ്മദേവനും ചേർന്നിട്ട് ആരുടെ അടുത്തേക്ക് പോകുന്നത്? മന്മഥന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ അവിടെ ഇരുന്നുകൊണ്ട് മന്മഥനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മന്മഥൻ അവിടെ പ്രത്യക്ഷമാവുകയാണ്. അപ്പം ഈ മന്മഥൻ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ശ്രീമൽ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ മനോമദനത്തിൽ നിന്നാണ് മന്മഥന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. കാമപ്രേമ ചപല ചിന്തകളുടെ ഉറവിടമായ മനസ്സിൽ നിന്ന് ജനിച്ചതിനാലാകാം അത്തരം വികാരങ്ങളുടെ അതിദേവൻ എന്ന സ്ഥാനം കാമദേവന് ലഭിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ സ്മരണ മാത്രയിൽ തന്നെ, ബ്രഹ്മദേവൻ സ്മരിക്കുന്ന ആ സ്മരണ മാത്രയിൽ തന്നെ തന്റെ മുമ്പിലേക്ക് ആ കാമദേവൻ എത്തിച്ചേരുകയാണ്. കാമദേവനെ പ്രതിവാദ്യം ചെയ്തുകൊണ്ട് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മന്മഥ, ദേവന്മാരും മഹാഋഷിമാരും അനുഭവിച്ചു പോരുന്ന തീരാ ദുരിതങ്ങൾക്ക് ഒരറുതി വരുത്തേണ്ട സമയമായിരിക്കുന്നു. നിന്റെ സഹായമുണ്ടെങ്കിൽ അവരുടെ യാതനകൾക്ക് എന്നേക്കുമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് അറിയുക. ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്ന കാമദേവനോടായി ബ്രഹ്മാവ് തുടർന്നു: അതെ, ഇത് അങ്ങയുടെ നിയോഗമാണ്. കൈലാസാദ്രിയിൽ അരയാല വൃക്ഷത്തണലിൽ മൗനിയായി തപസ്സനുഷ്ഠിച്ചു വരുന്ന ശ്രീ പരമേശ്വരന്റെ നേർക്ക് നീ നിന്റെ പുഷ്പബാണങ്ങൾ അയച്ച് അദ്ദേഹത്തെ വിരഹ തൽപരനാക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീ പാർവതി ദേവിയിൽ അനുരാഗം ജനിക്കും. തുടർന്ന് ശ്രീ പാർവതി പരിണയവും പിന്നീട് കുമാര സംഭവവും നടക്കും. അതോടെ നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന തീരാ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും. അപ്പോ ഇവിടെ ബ്രഹ്മദേവൻ കാമദേവനോട് പറയുകയാണ്, നീ നിന്റെ മന്മഥ ബാണങ്ങള്, ആ മന്മഥ ശരങ്ങള് നീ മഹാദേവന്റെ നേർക്ക് അയക്കുക. അങ്ങനെ അയക്കുന്നതിലൂടെ മഹാദേവൻ ഉണരുകയും അങ്ങനെ പാർവതി പരിണയം സംഭവിക്കുകയും അതിലൂടെ കുമാര സംഭവം ഉണ്ടാവുകയും അങ്ങനെ ദേവന്മാരെ ഋഷിമാരെ എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പറയുകയാണ്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട് കാമദേവൻ ഇതി കർത്തവ്യ വൃതാമൂഢനായി നിന്നുപോയി. ശ്രീ പരമേശ്വരന്റെ നേർക്ക് ബാണങ്ങൾ അയക്കാൻ മാത്രം ധിക്കാരം തനിക്കുണ്ടാവുക എന്ന് വന്നാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? ക്ഷിപ്രകോപിയായ ഭഗവാന്റെ ശാപത്തിനിരയായാൽ പിന്നെ തനിക്ക് എന്ത് രക്ഷയാണുള്ളത്? എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ ദേവൻ തന്റെ ആശങ്ക ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു. അപ്പോ കാമദേവൻ വളരെയധികം വിഷമിക്കുകയാണ്. കാരണം താൻ ഇങ്ങനെ ഒരു കർത്തവ്യം ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും തനിക്ക് ഉണ്ടാവുന്ന ഫലം? ആ തപസ്സിൽ നിന്ന് മഹാദേവനെ ഉണർത്തി കഴിഞ്ഞാല് തനിക്കതൊരു വലിയ പ്രശ്നമാവും. പിന്നീട് തന്നെ മഹാദേവൻ ശപിക്കുകയാണെങ്കിൽ താൻ എന്തു ചെയ്യും എന്നുള്ള രീതിയിൽ കാമദേവൻ വളരെയധികം വിഷമിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഈ കാമദേവൻ ബ്രഹ്മദേവനോട് പറയുകയാണ്: അല്ലയോ ബ്രഹ്മദേവ, ജ്ഞാനിയായ അവിടത്തേക്ക് അഹിതമായ വാക്കുകൾ ആണ് ഈ ഉള്ളവൻ പറയുന്നതെങ്കിൽ എന്നോട് പൊറുക്കണേ. പൃഥുസമാനനാണ് അങ്ങെനിക്ക്. എങ്കിലും ഇപ്പോൾ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ട കാര്യം നിവർത്തിച്ചു തരിക ദുഷ്കരമാണ്. എന്റെ ആയുധങ്ങളെന്ന് കരുതി അഭിമാനിച്ചു പോരുന്ന കരിമ്പുവില്ലും പുഷ്പബാണങ്ങളും ഉപയോഗിച്ച് സ്വപിതാവായ വിഷ്ണു ഭഗവാനിൽ പോലും അനുരാഗം ജനിപ്പിക്കാൻ ഞാൻ കാരണക്കാരനായിട്ടുണ്ട്. ശ്രീദേവിയെയും ഭൂമിദേവിയെയും അദ്ദേഹം പാണിഗ്രഹണം ചെയ്തത് അപ്രകാരമാണല്ലോ. സകലകലാ വല്ലഭയായ സരസ്വതി ദേവിയുടെ അവിടത്തേക്ക് പ്രാപ്തമാക്കിയതും എന്റെ പുഷ്പബാണങ്ങൾ പ്രയോഗിച്ചു തന്നെ. അഹല്യ ശാപത്തിന് കാരണനാകും വിധം ദേവേന്ദ്രനെ കാമാതുരനാക്കി ഭൂമിയിലേക്ക് അയച്ചതും ചന്ദ്രന്റെ മനസ്സിളക്കി ഗുരുപത്നിയിൽ അവന് താല്പര്യമുണർത്തിയതും ബുധനെന്ന പുത്രന് ജന്മം നൽകുന്നതിന് കാരണഭൂതനായി വർത്തിച്ചതും ഞാൻ തന്നെ. കുലമഹിമയും പാണ്ഡിത്യവുമുള്ള അമരന്മാരായ ദേവകളെ ഉർവശി മുതലായ അപ്സരസുകളുടെ അടിമകളാക്കി കാമത്തിന്റെ നീതി കടിഞ്ഞാണില്ലാത്ത അശ്വത്തെ പോലെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതും ഈ ഞാൻ തന്നെ. അപ്പോൾ ഇവിടെ കാമദേവൻ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ദേവന്മാരെ എല്ലാം ആ ഒരു ഇതിലേക്ക്
കാമപരവശരാക്കി മാറ്റിയതും അങ്ങനെ ഓരോ അഹല്യ ശാപത്തിന് കാരണമായതും സരസ്വതി ദേവിയും ബ്രഹ്മദേവനും തമ്മിലുള്ള വിവാഹം നടത്തിയതും അതുപോലെ വിഷ്ണു ഭഗവാനില് അനുരാഗം ജനിപ്പിച്ച് ശ്രീദേവിയെയും ഭൂമിദേവിയെയും പത്നിമാരാക്കിയത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കാമദേവന്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കർത്തവ്യങ്ങളൊക്കെ തന്നെ ഈ കാമദേവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദേവ, 3 ലോകങ്ങളിൽ വെച്ച് എൻ്റെ ബാണങ്ങളേറ്റ് മനസ്സ് ചഞ്ചലമാകാത്ത ആരാണുള്ളത്? അപ്പോൾ ഈ 3 ലോകങ്ങളിൽ വെച്ചിട്ടും കാമദേവന്റെ ആ ശരബാണങ്ങൾ ഏറ്റിട്ട് ചഞ്ചലമാകാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനം നേടിയെന്ന് അഭിമാനിച്ചിരുന്ന വസിഷ്ഠൻ, മരീചി, അഗസ്ത്യർ, അത്രി, ഗൗതമൻ, കശ്യപൻ തുടങ്ങിയ എത്ര മഹർഷിമാരെ താൽക്കാലികമായെങ്കിലും ചഞ്ചല ചിത്തരാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ എന്നെ അഹങ്കരിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ പ്രവർത്തികൾക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾക്കും കാരണഭൂതയായി വർത്തിച്ചിരിക്കുന്ന ശക്തി ആദിപരാശക്തിയായ സാക്ഷാൽ ശങ്കരി തന്നെ. ദേവന്മാരിലും മഹർഷിമാരിലും ഏതോ നിയോഗത്തിന്റെ പ്രേരണയാലാണ് ഞാൻ പ്രവർത്തിച്ചത്. ലോകമാതാവായ പരാശക്തിയുടെ ഇച്ഛയാണ് ത്രിലോകങ്ങളെയും ചലിപ്പിക്കുന്നത്. എന്നിരുന്നാലും ശ്രീ ശങ്കരനിൽ എനിക്കോ മറ്റാർക്കെങ്കിലുമോ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നോ അതിന് അവകാശമുണ്ടെന്നോ ഈ ഉള്ളവൻ കരുതുന്നില്ല. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഞാൻ ഭഗവാന് നേരെ എൻ്റെ പുഷ്പശരങ്ങൾ തൊടുക്കുന്നു എന്ന് തന്നെ കരുതുക. എന്നാൽ അവയൊന്നും ദൃഢചിത്തനായ ശങ്കരനെ തപ്തമാനസനാക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ഈ അപരാധം ചെയ്തതിൻ്റെ പേരിൽ ഈ ഉള്ളവൻ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ കാമദേവൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ഓരോരുത്തരുടെ തപസ് ഇളക്കുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ദേവന്മാരുടെ മനസ്സിലായാലും ഈ രീതിയിലുള്ള ഇങ്ങനെയുള്ള കാമചിന്തകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് ആ ആദിപരാശക്തിയായ ശങ്കരി തന്നെയാണ്. അതായത് ആ മഹാമായ ദേവിയായിട്ടുള്ള ആ പാർവതി ദേവി തന്നെയാണ്. ആ മഹാമായ ദേവിയായിട്ടുള്ള ആ ശങ്കരി തന്നെയാണ് അതിനൊക്കെ കാരണഭൂതയായിട്ടുള്ളത്. ആ ദേവി തന്നെയാണ് എന്നെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് കാമദേവൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ലോകത്ത് ഉള്ള ഈ എല്ലാവരുടെയും മനസ്സിൽ ഈ വിധത്തിലുള്ള കാമചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അത് ഉണ്ടാക്കുന്നത് ദേവി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ ശക്തിയാണ്. മുടി കഴിഞ്ഞു പോയി കേട്ടോ. അപ്പൊ പാർവതി ദേവിയുടെ ശക്തി കൊണ്ടാണ്, ആ പാർവതി ദേവിയുടെ ഇതുകൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു എന്തുണ്ടാവുന്നത്, ആ ഒരു കാമചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്ത ഉടലെടുക്കുവാൻ വേണ്ടിയിട്ട് കാമദേവനെ കൊണ്ട് ആ ഒരു കർത്തവ്യം ചെയ്യിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ആ ആദിപരാശക്തി ദേവിയായിട്ടുള്ള ആ പാർവതി ദേവി തന്നെയാണ്, ആ ശങ്കരി തന്നെയാണ്, ആ മഹാമായ ദേവി തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും മഹാദേവനെ അങ്ങനെ ഒരു മായയിലേക്ക് അകപ്പെടുത്തുക അല്ലെങ്കിൽ മഹാദേവനിലേക്ക് അങ്ങനെ ഒരു കാമബാണം എയ്യാനുള്ള ആ ഒരു ഇത് എനിക്കില്ല, എനിക്ക് ഭയമാണ് എന്ന് കാമദേവൻ ഇവിടെ പറയുകയാണ്. ബന്ധവിമുക്തനും മോഹവിമുക്തനുമായ ശ്രീ പരമേശ്വരനെ പുഷ്പബാണങ്ങളാൽ ബന്ധിക്കാം എന്ന് കരുതുന്നത് തന്നെ മൗഢ്യം. പരമ്പൊരുളായ ശങ്കര ഭഗവാനെ പുഷ്പശരങ്ങളെയ്ത് അദ്ദേഹത്തിന്റെ കോപാഗ്നിക്ക് ഇരയായി തീർന്നാൽ ഞാൻ ബാക്കിയുണ്ടാവില്ല. ത്രിപുരാസുരന്മാർ ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവന്മാരെയും മഹർഷിമാരെയും ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ആവലാദികളുമായി ചെന്ന ദേവന്മാരിൽ പ്രസാദിച്ച് ശ്രീ ശങ്കരൻ തന്റെ നോട്ടം കൊണ്ട് തന്നെ ത്രിപുരങ്ങളെയും എരിച്ച് ഇഷ്ടരക്ഷ ചെയ്ത കഥ മറക്കാനായിട്ടില്ല. മാർക്കണ്ഡേയൻ എന്ന മുനികുമാരന്റെ അചഞ്ചലമായ ഭക്തിയിൽ പ്രസാദിച്ചു കുമാരന്റെ ജീവനെടുക്കാൻ വന്ന യമധർമ്മനെ 3-ാം കണ്ണു തുറന്ന് ഭസ്മമാക്കിയ ആ ഭക്തജന പക്ഷപാതവും മറക്കാവുന്നതല്ല. ത്രിമൂർത്തികളിൽ പ്രധാനി ആര് എന്ന ചോദ്യത്തെ ചൊല്ലി അങ്ങും ശ്രീ നാരായണനും ചപലമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ സഹിഷ്ണുതമായി തീർന്ന ഭഗവാൻ ഉഗ്രകോപത്തോടെ അവിടുത്തെ ശിരസ്സൊന്ന് നുള്ളിയെറിഞ്ഞതും ഇപ്പോൾ സ്മരണീയമാണ്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ എന്താ പറയുക, വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായ സമയത്തും ബ്രഹ്മദേവന്റെ ശിരസ്സു നുള്ളിയെറിഞ്ഞതും, അതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ത്രിപുരന്മാരുടെ ത്രിപുരാന്തകം ഒരു നിമിഷത്തിനുള്ളിൽ ഭസ്മമാക്കിയ കാര്യവും, അതുപോലെ യമധർമ്മ രാജൻ കുമാരനായിട്ടുള്ള
അചഞ്ചലമായ മാർക്കണ്ഡേയൻ കുമാരന്റെ ആ ഭക്തിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയും മാർക്കണ്ഡേയകുമാരനെ കൊണ്ടുപോവാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് യമധർമ്മ രാജാവിനെ ഭസ്മമാക്കിയതും അങ്ങനെ നിഷ്പ്രയാസം എന്താ പറയാ നിമിഷ സമയത്തിനുള്ളിൽ ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതും മറക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമാണ്. എനിക്ക് മഹാദേവന്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കർത്തവ്യം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. എന്നെ അദ്ദേഹം ഭസ്മമാക്കി തീർക്കുന്നതായിരിക്കും എന്ന് കാമദേവൻ ഇവിടെ പറയുകയാണ്. ദക്ഷയാഗ വേളയിൽ ഭഗവാന്റെ കോപത്തിന്റെ തീക്ഷ്ണത എല്ലാവരും കണ്ടും അനുഭവിച്ചും അറിഞ്ഞതാണ്. അതുപോലെ തന്നെ ദക്ഷയാഗം നടന്ന സമയത്ത് സതീദേവിയുടെ ആ മരണസമയത്തും ശിവഭഗവാന്റെ ആ കോപത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ശിവകോപം വീരഭദ്രനായി അവതരിപ്പിച്ചപ്പോൾ വിഷ്ണുദേവനോ അങ്ങേക്ക് പോലുമോ ആ അവതാരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതേസമയം പാലാഴി മദന സമയത്ത് കടക്കോലായി ഉപയോഗിച്ച വാസുകി എന്ന സർപ്പം ഛർദ്ദിച്ച കാളകൂട വിഷം സേവിച്ച് ത്രിലോകങ്ങളെയും രക്ഷിച്ച മഹേശ്വരന്റെ കാരുണ്യവും നന്ദിപൂർവ്വം ഓർക്കേണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ശിവകോപം വീരഭദ്രനായിട്ട് അവതരിച്ചപ്പോൾ വിഷ്ണുദേവനോ അങ്ങേക്ക് പോലുമോ ആ അവതാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പം ശിവഭഗവാൻ ആ വീരഭദ്രനായിട്ട് അവതരിച്ചു കഴിഞ്ഞാല് ആർക്കാണ് പിന്നെ ശിവഭഗവാനോ വിഷ്ണുദേവനോ പോലും ആ മഹാദേവനെ തടുത്തു നിർത്താൻ സാധിക്കുകയില്ല. അത്രയ്ക്കും വലിയ കോപമായിരിക്കും മഹാദേവന്റെ കോപം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, അത്രയും വലിയൊരു കാളകൂട വിഷമാണ് ആ സമയത്ത് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മദനം ചെയ്ത സമയത്ത് ഒരു ഘോരമായിട്ടുള്ള കാളകൂട വിഷം വന്നു. വാസുകിയുടെ ഇതിൽ നിന്ന് കാളകൂട വിഷം വന്ന സമയത്ത് ആ കാളകൂട വിഷത്തെയാണ് ശിവഭഗവാൻ സേവിച്ചത്. അപ്പൊ അങ്ങനെ കാളകൂട വിഷം സേവിച്ച ആ ശിവഭഗവാനെ എങ്ങനെയാണ് തനിക്ക് ഈ കാമബാണങ്ങൾ തോൽപ്പിക്കുക, അല്ലെങ്കിൽ കാമബാണങ്ങൾ കഴിയുമ്പോൾ ആ ഭഗവാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ കാമദേവൻ പറയുകയാണ്. ഉഗ്രശക്തിയോടെ ഒഴുകി വന്ന ദേവഗംഗയെ തിരുജടയിൽ താങ്ങി നിർത്തി ലോകരക്ഷ ചെയ്തതും ശ്രീ പരമേശ്വരനല്ലാതെ മറ്റാരുമല്ല. ദാരുകവനത്തിലെ മുനിപത്നിമാരുടെ പാതിവൃത്യ പരീക്ഷണം അങ്ങ് മറന്നുപോയോ? അന്ന് ഗർവിഷ്ഠരായ മഹർഷിമാർ ഭഗവാനെ തന്നെ വെല്ലുവിളിച്ചു. എന്നാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ അവർ നിയോഗിച്ച മദ്യാനകളെയും പുലികളെയും യാതൊരു ആയുധങ്ങളും കൂടാതെ തച്ചുകൊന്ന് തോലുരിച്ച് ആടകളായി ധരിച്ച ശ്രീ ശങ്കരന്റെ പരാക്രമം ഇനിയും ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? രാക്ഷസരാജനായ രാവണന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ അയാൾ കൈലാസം എടുത്തുയർത്തിയപ്പോൾ ഭഗവാൻ തന്റെ ഇടതു കൈകൊണ്ട് ഒന്ന് അമർത്തി പാതാളത്തോളം താഴ്ത്തി അടയറവ് പറയിച്ച കഥയും 3 ലോകങ്ങളിലും പാട്ടാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ എരിച്ചു കളയുവാൻ ശക്തിയുള്ളതാണ് ഭഗവാന്റെ തൃക്കണ്ണുകളിലെ തീപ്പൊരികൾ. അപ്പോ ഭഗവാന്റെ കാര്യം പറയണ ഈ അങ്ങ് പോക്കളെ അമ്മ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ലൈവ് ഇവിടെ വന്ന് വേളം ഉണ്ടാക്കും. അപ്പോ എന്താണ് ശിവൻ അതിശക്തമായിട്ടുള്ള ഗംഗാദേവിയെ പോലും തന്റെ തിരുജടയിൽ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ ആരുടെയൊക്കെ അഹങ്കാരമാണ് ശമിപ്പിച്ചത്? രാക്ഷസ രാജാവായിട്ടുള്ള രാവണന്റെ അഹങ്കാരം ശമിപ്പിച്ചു. അതുപോലെ 3 ലോകങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പാട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ആ തൃക്കണ്ണിൽ നിന്ന് വരുന്ന ആ തീപ്പൊരിക്ക് അത്രയേറെ ശക്തിയുണ്ട്. അതിന് എല്ലാത്തെയും തന്നെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. അങ്ങനെയുള്ള ഉഗ്രമൂർത്തിയുടെ തപസ് ഇളക്കിക്കൊണ്ട് വേണം ഈ ഉള്ളവൻ കരിമ്പു വില്ല് കുലച്ച് പുഷ്പബാണങ്ങൾ എയ്യേണ്ടത്. അതോടെ തീയിൽ പെടുന്ന ശലഭങ്ങളെ പോലെ ഞാൻ വെന്ത് വെണ്ണീറായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ ഭഗവാന്റെ ഏകാഗ്രമായ തപസ്സിന് ഭംഗം വരുത്താനും അവിടുത്തെ മനസ്സിൽ മാരബാണങ്ങൾ എയ്യാനും എന്നെ നിയോഗിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ കനിവുണ്ടാകണം. ഇപ്രകാരം വാചാലവും താത്വികവുമായ വാദങ്ങൾ നിരത്തി തന്റെ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മന്മഥൻ ശ്രമിച്ചു നോക്കി. എന്നാൽ ബ്രഹ്മദേവൻ അത് കേട്ട് പിന്തിരിയാൻ തയ്യാറായില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മന്മഥൻ എങ്ങനെയെങ്കിലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ബ്രഹ്മദേവൻ ഒട്ട് കാമദേവനെ വിടുന്നതുമില്ല. ബ്രഹ്മദേവൻ അതിൽ നിന്ന് പിന്മാറാനായിട്ട് കാമദേവനെ അനുവദിക്കുന്നില്ല. എന്നിട്ട് ബ്രഹ്മദേവൻ പറയുകയാണ്,
അല്ലയോ കാമദേവ, തികച്ചും സത്യസന്ധമായ കാര്യങ്ങളാണ് അങ്ങ് ഉണർത്തിച്ചത്. എന്നാൽ ശൂരപത്മാസുരന്റെ ദുർഭരണത്തിന് വിരാമമിടണമെങ്കിൽ ശങ്കരകൃപ ഒന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മൗനവ്രതവും തപോനിഷ്ഠയും വെടിഞ്ഞ് ഭഗവാൻ പാർവതീ ദേവിയെ പരിണയിച്ചെങ്കിൽ മാത്രമേ കുമാരസംഭവം സാധ്യമാവുകയുള്ളൂ. പ്രസ്തുത കുമാരൻ വഴി മാത്രമേ ശൂരപത്മാസുരാദികൾക്ക് മരണം സംഭവിക്കുകയുള്ളൂ. അതിന് അങ്ങയുടെ കൈവശമുള്ള പുഷ്പബാണങ്ങൾ തന്നെ നിമിത്തമായേ തീരൂ. ദിവ്യമായ കരിമ്പുവില്ലും മലർ ബാണങ്ങളും പോലും ശങ്കരദാനങ്ങളാണ്. അവ ദാതാവിനു നേരെ തന്നെ പ്രയോഗിക്കുന്നതിന്റെ അസാംഗത്യവും അനൗചിതവും കാമദേവൻ ബ്രഹ്മാവിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാമദേവന്റെ വാദങ്ങളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് ബ്രഹ്മാവ് തുടർന്ന് സംസാരിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ആ ദുഷ്ടനായിട്ടുള്ള അസുരൻ ശൂരപത്മാസുരൻ ഇവിടെയെല്ലാം അടക്കി വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരനെ വധിച്ചേ മതിയാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അങ്ങയുടെ ദൗത്യം പൂർത്തിയാക്കിയേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഭഗവാന്റെ മൗനനിഷ്ഠയും യോഗനിദ്രയും എല്ലാം പരമതത്വങ്ങളെന്ന് ഉദ്ഘോഷിക്കുന്നതാണ്. അദ്ദേഹത്തെ ഉണർത്തുന്നതിന് അങ്ങ് നിയോഗിക്കപ്പെടുന്നതും ആ മഹാനുഭാവന്റെ ഇച്ഛയാൽ തന്നെ. ഒരിക്കൽ തങ്ങൾ അമരന്മാരെന്ന ചിന്തയിൽ മതോന്മത്തരായ ദേവന്മാരെ ശിവശങ്കരൻ പാഠം പഠിപ്പിച്ച കഥ അറിയുന്നില്ലെന്നുണ്ടോ? ദേവന്മാരുടെ അഹങ്കാര ശമനത്തിനായി യക്ഷരൂപം പ്രാപിച്ച ശങ്കരൻ അവർക്ക് മുമ്പിലെത്തി. അദ്ദേഹം ഒരു ചെറിയ പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്ക് മുമ്പിൽ ഇട്ടുകൊടുത്ത് അതൊന്ന് ചലിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വായു, വരണൻ, അഗ്നി, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പരാജിതരായതേയുള്ളൂ. എല്ലാ ചലനങ്ങളുടെയും ആധാരമായ ശക്തി ശിവം തന്നെയാണെന്ന് ഉദ്ഘോഷിക്കുന്ന എത്ര കഥകളാണ് ഇനിയുമുള്ളത്. ഒരേ സമയം മൂർത്തരൂപവും അമൂർത്തരൂപനുമാണ് ശിവശങ്കരൻ. നാം എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാവനയ്ക്കൊത്ത് ചലിച്ചും ചിലച്ചും കരഞ്ഞും ചിരിച്ചും കാലം കഴിക്കുന്നവർ. ത്യാഗികൾ പരോപകാരാർത്ഥം സ്വശരീരം തന്നെ ത്യജിക്കുന്നവരാണ്. അങ്ങേക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് സ്വധർമ്മം അനുഷ്ഠിച്ച് ദേവകുലത്തെയും താപസ വരിഷ്ഠന്മാരെയും രക്ഷിക്കുന്നതിനുള്ള സുവർണാവസരമാണ്. ആരും ആവശ്യപ്പെടാതെ തന്നെ അത് നിറവേറ്റി കൊടുത്താൽ അത് ഉത്തമമായിരിക്കും. ദേവന്മാരുടെയും മഹർഷിമാരുടെയും നന്മയ്ക്കായാണ് അങ്ങ് ശ്രീ പരമേശ്വരനെ മോഹവലയത്തിൽ പെടുത്തേണ്ടത്. വേദനിച്ച് വീർപ്പുമുട്ടുന്നവരുടെ ദീനരോധനം അങ്ങ് കേൾക്കുന്നില്ലെന്നുണ്ടോ? ഒരുപക്ഷെ ക്ഷിപ്രകോപിയായ ഭഗവാന്റെ കോപത്തിനിരയായി അങ്ങേക്ക് അത്യാപത്ത് വന്നു ചേർന്നേക്കാം. എന്നാൽ ഈ മഹാത്യാഗത്തിലൂടെ അങ്ങ് കാലാതിവർത്തിയായി തീരും. വൃതാസുരനെ വധിക്കുവാൻ ദദീജി മഹർഷി തന്റെ നട്ടെല്ലു ദാനം ചെയ്ത് ആത്മത്യാഗം കൈവരിച്ച കഥ ഓർമ്മിച്ചാലും ശൂരപത്മാസുരനെ വധിക്കാൻ ശ്രീ കുമാര ഭഗവാൻ അവതരിക്കണം എന്നത് കാലത്തിന്റെ നിയോഗമാണ്. അതിന് ശ്രീ ശങ്കരനെ സജ്ജനാക്കേണ്ടത് കാമദേവനായ അങ്ങു തന്നെയാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് അങ്ങേക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് കാമൻ ബോധവാനായി. എങ്കിലും ശ്രീ പരമേശ്വരനെ നേരിടുന്നതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ഓർത്തപ്പോൾ കാമന്റെ ശരീരം കാറ്റിൽപ്പെട്ട ആലില പോലെ വിറവുണ്ട്. വീണ്ടും ദുർബലമായ ചില വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശിവകോപാഗ്നിയിൽപ്പെട്ട് മരിക്കാനാണ് തന്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ എന്ന് നനച്ചുകൊണ്ട് കാമദേവൻ ശിവസന്നിധിയിലേക്ക് പോകാൻ ഉറച്ചു. എന്താ ചെയ്യുന്ന അങ്ങ് പോ, അമ്മ ക്ലാസ് എടുത്തു കൊടുക്കുകയോ? ഇതിലൊരുപാട് പേരുണ്ട്, അവിടെ പോയി. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തിയാക്കാൻ പറയുകയാണ്. കാരണം ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു അസുരനാണ് ഈ ശൂരപത്മാസുരൻ എന്ന് പറയുന്നത്. അപ്പം ഈ ശൂരപത്മാസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കർത്തവ്യം എന്നുള്ള ആ ഒരു ഇതിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ശൂരപത്മാസുരനെ വധിക്കുവാനായിട്ടുള്ള ആ ഒരു കർത്തവ്യമാണ്. അപ്പൊ അത് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് അതിനുള്ള ഏറ്റവും നല്ലൊരു ഫലം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർത്തവ്യം അങ്ങ് ഏറ്റെടുക്കണമെന്നാണ് ബ്രഹ്മദേവൻ കാമദേവനോട് പറയുന്നത്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് കാമൻ ബോധവാനായി. എങ്കിലും ശ്രീ പരമേശ്വരനെ നേരിടുന്നതിന്റെ പരിണിതഫലം എന്തായിരിക്കുമെന്ന് ഓർത്തപ്പോൾ കാമന്റെ ശരീരം കാറ്റിൽപ്പെട്ട ആലില പോലെ വിറവുണ്ട്. വീണ്ടും ദുർബലമായ ചില വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോപാഗ്നിയിൽപ്പെട്ട് മരിക്കാനാണ് തന്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ എന്ന് നനച്ചുകൊണ്ട് കാമദേവൻ ശിവസന്നിധിയിലേക്ക് പോകാൻ ഉറച്ചു. ബ്രഹ്മദേവനോട് യാത്ര പറഞ്ഞ് തന്റെ കൊട്ടാരത്തിലെത്തിയ മന്മഥൻ സർവാലങ്കാര വിഭൂഷിതനായി യാത്രയ്ക്ക് തയ്യാറെടുത്തു. കരിമ്പുവില്ലും പഞ്ചശരങ്ങളും എടുത്ത് തന്റെ ഉടവാളായ കൈതപ്പൂവും അരയിൽ ഉറപ്പിച്ച് പച്ചക്കിളികളെ പൂട്ടിയ തെണ്ടൽ രഥത്തിൽ കാമൻ കരയേറി.
ചന്ദ്രനെ വെൺകൊറ്റ കുടയായി ചൂടിയും പരിവാരങ്ങളെ പിന്നിൽ അണിനിരത്തിയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന കാമനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപത്നി രതീദേവി അത്ഭുതം കൂറി. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ബ്രഹ്മദേവന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് കാമദേവൻ അവസാനം പോവാനായിട്ട് സമ്മതിക്കുകയാണ്. ഇനി മഹാദേവൻ തന്നെ ശപിച്ച് ഭസ്മമാക്കിയാലും സാരമില്ല, താൻ പോവുകയാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് കാമദേവൻ എവിടേക്ക് പോവുകയാണ്? തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന രംഗം കാണുമ്പോൾ രതീദേവി വളരെയധികം അത്ഭുതം കൂറുകയാണ്. എവിടേക്കാണ് ഈ തിടുക്കത്തിലുള്ള യാത്ര എന്ന് ആരാഞ്ഞുകൊണ്ട് ദേവി അടുത്തെത്തി. അറിവുള്ളവളാണല്ലോ കാമപത്നി. കാമമോഹ വാഞ്ചകൾക്ക് അതീതനായ കൈലാസനാഥനെ മോഹബന്ധനാക്കാനുള്ള പ്രിയതമന്റെ പുറപ്പാട് പാഴ്ശ്രമമാണെന്ന് അറിയുന്ന ദേവി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൃഢചിത്തനാണ് തന്റെ പതി എന്ന് മനസ്സിലായപ്പോൾ ദേവി പറഞ്ഞു, നാഥ, രതി മന്മഥന്മാരെന്നറിയപ്പെടുന്ന നാം സാഹസികമായ എല്ലാ ഉദ്യമങ്ങളിലും എന്നും ഒരുമിച്ച് നിന്നിട്ടുള്ളവരാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. അങ്ങയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലെല്ലാം ഞാനും ആവേണ്ടവളാണ്. അതിനാൽ അങ്ങയോടൊപ്പം ഞാനും വരികയാണ്. അപ്പോ രതിദേവി പറയണം, ശിവഭഗവാനെ അങ്ങനെ ഒരു കാമബാണം അയച്ചിട്ട് ആ തപസ്സിൽ നിന്ന് മോചിപ്പിക്കാന്ന് പറയുന്നത് നിഷ്പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഇങ്ങനെ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ അങ്ങയുടെ കൂടെ ഞാനും വരുന്നതാണെന്ന് പറഞ്ഞിട്ട് രതീദേവിയും ആരുടെ കൂടെ പോവാനൊരുങ്ങുകയാണ്? മന്മഥന്റെ കൂടെ, കാമദേവന്റെ കൂടെ പോവാനായിട്ട് തയ്യാറാവുകയാണ്. ഇപ്രകാരം രതിമന്മഥന്മാർ യാത്ര ചെയ്ത് ശിവസവിധമായ കൈലാസത്തിന്റെ താഴ്വാരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ രതിമന്മഥന്മാർ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവരെവിടെ എത്തുകയാണ്? കൈലാസത്തിന്റെ താഴ്വരയിൽ എത്തിച്ചേരുകയാണ്. പരിവാരങ്ങളെ അവിടെ വിട്ട് പത്നിയോടൊപ്പം രഥത്തിൽ നിന്നിറങ്ങിയ മന്മഥൻ കരിമ്പുവില്ലും പുഷ്പശരങ്ങളും ഏന്തി കൈലാസ ശൃംഗത്തിലേക്ക് നടകൊണ്ടു. എന്നാൽ കൈലാസ പാർശ്വത്തിലെത്തിയ കാമദേവനെ പ്രസരിപ്പില്ലാതെ ശബ്ദ കോലാഹലങ്ങളില്ലാതെ തികഞ്ഞ മൗനത്തിൽ ആണ്ടുകിടന്ന പരിസരം കണ്ടപ്പോൾ ഉൾക്കിടിലമുണ്ടായി. ശ്രീ പരമേശ്വരന്റെ മൗനവ്രതത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ പ്രകൃതി പോലും സ്വയം കരുതിയിരിക്കുന്നു. ചെടികൾ പുഷ്പിച്ചിട്ടില്ല, പക്ഷികൾ പാടുകയോ മാൻകൂട്ടങ്ങൾ തുള്ളിക്കളിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഉണർവും ഉന്മേഷവും നഷ്ടപ്പെട്ട ജീവജാലങ്ങളുടെ കാഴ്ച മാത്രം. എല്ലാം കഠിന മൗനത്തിൽ ആണ്ടിരിക്കുന്ന ഭഗവാന്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം വരാതെ കാക്കുന്നതിന് മാത്രം. എന്നാൽ താനാകട്ടെ ഭഗവാനെ യോഗനിദ്രയിൽ നിന്നുണർത്താനും അദ്ദേഹത്തിൽ ആസക്തി വളർത്താനും എത്തിച്ചേർന്നിരിക്കുന്നവൻ. ഒരു ഭാഗത്ത് ബ്രഹ്മാദി ദേവന്മാരുടെ പരിദേവനവും ഭീഷണിയും, മറുവശത്ത് ശ്രീ പരമേശ്വരനോടുള്ള ഭയവും ഭക്തിയും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്റെ വിധിയെ പഴിച്ച് കാമൻ അല്പസമയം ആകുലചിത്തനായി നിന്നുപോയി. അപ്പോ എന്താ ചെയ്യുകയാണ്? കാമദേവൻ അവിടെ എത്തുകയാണ്. അപ്പോൾ അവിടെ ഒരു പക്ഷികളും ചിലയ്ക്കുന്നില്ല, ഒരു സസ്യങ്ങളും പൂവിട്ടിട്ടില്ല, അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് കാമദേവന് വളരെയധികം വിഷമം ഉണ്ടാവുകയാണ്. ഇതെന്താണ് ഇങ്ങനെ? ഈ കൈലാസ പർവ്വതത്തിൽ എന്താണ് ഈ ഒരു പക്ഷികളും ചിലയ്ക്കുന്നില്ല, വൃക്ഷങ്ങൾ ചിലയ്ക്കുന്നില്ല, അങ്ങനെ ഒരു അങ്ങ് പോ ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്, ശല്യപ്പെടുത്തില്ല. അച്ഛൻ എന്തി നോക്കൂ ഇന്ന് ക്ലാസ് ഇല്ല അവൻ, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് പുറത്തോട്ടാണ്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പം എനിക്ക് ഞായറാഴ്ച സമയം കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച ക്ലാസ് എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണ് അവിടെ എല്ലാം ഒരു യാതൊരു വിധത്തിലുള്ള ഒരു നല്ല കാര്യങ്ങളും ഇല്ല. അവിടെ എല്ലാം നിശബ്ദത മാത്രമാണ്. ആ വനത്തില് പക്ഷികൾ ചിലയ്ക്കുന്നില്ല, സസ്യങ്ങൾ പൂവിട്ടിട്ടില്ല, എല്ലാം ഒരു ഇതായിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കാമദേവൻ അപ്പോൾ അവിടെ കാണുന്നത്. ഒടുവിൽ ദേവഹിതത്തിനായി തന്റെ ദൗത്യം നിറവേറ്റാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. വിറപൂണ്ട കൈകൾ കൊണ്ട് കരിമ്പുവില്ല് കുലച്ച കാമദേവൻ ആവനാഴിയിൽ നിന്ന് മലശരങ്ങൾ ഓരോന്നായി എടുത്ത് പ്രകൃതിയുടെ നേർക്ക് പ്രയോഗിച്ചു. അതോടെ ചെടികളും മരങ്ങളും പൂത്തുലഞ്ഞു. എങ്ങും കരിവണ്ടുകളുടെ ആഹ്ലാദ ആരവം നിറഞ്ഞു. പുഷ്പാലങ്കൃതമായ വാടികളിൽ നിന്ന് പക്ഷികൾ മധുരമായി പാടി. മാനിടകൾ തുള്ളിക്കളിച്ചുല്ലസിച്ചു. മയിലുകൾ ആനന്ദ നൃത്തം ചെയ്തു. ചുരുക്കത്തിൽ മയക്കത്തിൽ നിന്നുണർന്ന പ്രകൃതി കൈലാസ പരിസരത്തെ മുഗ്ധമാക്കി. കൈലാസ കവാടത്തിൽ ഭഗവാന്റെ തപസ്സിന് കാവൽ നിന്നിരുന്ന നന്ദികേശ്വരൻ പ്രകൃതിക്കുണ്ടായ ഈ ഭാവവ്യത്യാസങ്ങൾ കണ്ട് പരിഭ്രാന്തനായി. ഒടുവിൽ ഇവയെല്ലാം കാമദേവന്റെ ചാതുര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വർദ്ധിച്ച കോപത്തോടെ അദ്ദേഹം തന്റെ കയ്യിലെ ദണ്ഡ് ചുഴറ്റി ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചു. അതു കേൾക്കെ ഭയസംഭ്രമങ്ങളോടെ പ്രകൃതി വീണ്ടും നിശ്ചലാവസ്ഥയെ പ്രാപിച്ചു.
പക്ഷിമൃഗാദികളും വൃക്ഷരഥാദികളും എല്ലാം പൂർവാവസ്ഥയിലായി. മന്മഥന്റെ പുഷ്പശരം നന്ദികേശന്റെ ഉഗ്രകോപത്തിനു മുൻപിൽ ശക്തി ക്ഷയിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തി. കാമദേവനാകട്ടെ തന്റെ അന്ത്യം അടുത്തുവെന്ന് തീർച്ചയാക്കി. ആല്ല പോലെ വിറച്ചുകൊണ്ട് ദേവൻ നന്ദികേശ്വര പാദങ്ങളിൽ അഭയം തേടി. തുടർന്ന് തന്റെ ഉദ്യമം എന്തിനായിരുന്നുവെന്ന് സവിസ്തരം അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു. ധർമ്മസങ്കടത്തിൽപ്പെട്ട് വലയുന്ന കാമദേവന്റെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ നന്ദികേശ്വരൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഭഗവാന്റെ കാവൽക്കാരനായ നന്ദികേശ്വരന്റെ മുന്നിൽ തന്നെ അപമാനിതനും പരാജിതനുമായി തനിക്ക് എങ്ങനെ ശ്രീ പരമേശ്വരനെ നേരിടാനാകുമെന്ന് ഓർത്തപ്പോൾ വർദ്ധിച്ച ദുഃഖവും ലജ്ജയും തോന്നി. എന്നാൽ ദേവകുലത്തിന്റെ മുഴുവൻ പ്രതീക്ഷ തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഓർത്തപ്പോൾ അദ്ദേഹം വീണ്ടും ആർജിത വീരനായി. മന്മഥൻ നന്ദിദേവനോട് ഇപ്രകാരം പറഞ്ഞു: ദേവ, ശ്രീ പരമേശ്വരൻ ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിന് തുല്യനാണ്. അദ്ദേഹത്തോട് അടുക്കുന്നത് ആത്മനാശത്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും എന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുക സാധ്യമല്ല. അതിനാൽ ആ ഗംഗാധരന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ അനുവദിച്ചാലും ഭഗവത് സന്നിധിയിലേക്ക് ആരെയും കടത്തിവിടാൻ പാടില്ലെന്നാണ് ശ്രീ പരമേശ്വരന്റെ കൽപ്പന. എന്നാൽ ഇപ്പോൾ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് കാമദേവനെ അങ്ങോട്ട് കടത്തിവിടേണ്ടതിന്റെ ആവശ്യകത നന്ദിദേവന് ബോധ്യപ്പെട്ടു. ഭഗവാന്റെ ധ്യാനവും കാമദേവന്റെ ദൗത്യവും പ്രകൃതി കൽപ്പിതങ്ങൾ തന്നെയെന്ന് നന്ദിദേവൻ ആശ്വസിച്ചു. അതിനാൽ പശ്ചിമ പ്രകാര ദ്വാരത്തിൽ കൂടി ശിവസന്നിധിയിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ അദ്ദേഹം കാമദേവനെ അനുവദിച്ചു. നന്ദികേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് രതീദേവിയുമൊത്ത് തന്റെ കർത്തവ്യ നിർവഹണത്തിനായി കാമദേവൻ യാത്ര തിരിച്ചു. അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉടനെ തന്നെ കാമദേവനെ വില്ല് കുലച്ചപ്പോൾ തന്നെ ആ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള എല്ലാ പക്ഷി മൃഗാദികളും ചിലക്കുകയാണ്, വളരെയധികം സന്തോഷിക്കുകയാണ്. ആ പുഷ്പങ്ങളെല്ലാം, വൃക്ഷങ്ങളിൽ പുഷ്പങ്ങളെല്ലാം ഉണ്ടായി, ആ പുഷ്പങ്ങളെല്ലാം താഴേക്ക് ഉതിർന്ന് വീഴുകയാണ്. അങ്ങനെ ആ കൈലാസത്തിൽ വളരെയധികം ഭംഗിയായിട്ട് വളരെയധികം ആനന്ദഭരിതമാവുകയാണ് കൈലാസം എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ അവിടേക്ക് നന്ദികേശൻ കടന്നു വരികയാണ്. നന്ദികേശൻ ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം അത്ഭുതമാവുകയാണ്. ഇത്രയും നാളും നിശ്ചലമായി കിടന്ന പക്ഷിമൃഗാദികളും നിശ്ചലമായി കിടന്ന വൃക്ഷങ്ങളും ഒക്കെ പുഷ്പവൃഷ്ടി നടത്തുന്നു. മൃഗങ്ങളും പക്ഷികളും എല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. മയിലുകൾ പീലി വിടർത്തി ആടുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവിടേക്ക് നന്ദികേശൻ കടന്നു വരികയാണ്. അങ്ങനെ നന്ദികേശൻ കാമദേവനെ തടയുകയാണ്. അപ്പൊ കാമദേവൻ താൻ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു അസുരൻ ഉണ്ട്, ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അസുരനെ വധിക്കണമെങ്കിൽ ശിവഭഗവാന്റെ തപസ്സിൽ നിന്ന് ഉണർത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ പാർവതീഭരണയും സംഭവിച്ച് കുമാര സംഭവം ഉണ്ടായാൽ മാത്രമേ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ ആര് പറയുകയാണ്? മന്മഥൻ ആരോട് പറയുകയാണ്? നന്ദികേശനോട് പറയുകയാണ്. അങ്ങനെ നന്ദികേശൻ അവസാനം സമ്മതിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കാമദേവനെ അനുവദിക്കുകയാണ്. പൂർവകൽപിതമായ വിധിയെ വരിക്കുന്നതിനെന്നോണം ശിവസന്നിധിയിലെത്തിയ കാമദേവൻ പേരാൽ വൃഷിച്ചുവട്ടിൽ തപോനിഷ്ഠയിൽ മുഴുകിയിരുന്ന ശിവശങ്കരന്റെ ദിവ്യദർശനത്തിൽ ബോധമറ്റവനായി നിലംപതിച്ചു. പരിഭ്രാന്തയായ രതീദേവി തന്റെ പ്രിയതമനെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി ഉത്തരീയം കൊണ്ട് വീശി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അല്പസമയത്തെ പരിചരണം കൊണ്ട് ബോധം വീണ്ടെടുത്ത കാമൻ മെല്ലെ കണ്ണു തുറന്നു. അദ്ദേഹം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭയക്രാന്തനായി വിറപ്പുകൊണ്ടുകൊണ്ട് പത്നിയോട് ഇപ്രകാരം പറഞ്ഞു: ദേവി, ശ്രീ പരമേശ്വരന്റെ തൃക്കൺ പതിക്കുന്നത് മാത്രം ഞാൻ ഒരു പിടി ചാരമായി തീരുന്നതാണ് എന്ന് കരുതി എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ സാധിക്കുകയില്ല. ബ്രഹ്മാദി ദേവന്മാർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എനിക്ക് കാക്കേണ്ടതുണ്ട്. കടമ നിർവഹണത്തിനിടയിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അത് മഹത്തരമായി കരുതണം എന്നാണല്ലോ. എന്റെ ആത്മത്യാഗത്തിലൂടെ ദേവഗണങ്ങൾക്കും മഹർഷീശ്വരന്മാർക്കും അവർ അനുഭവിച്ചു വരുന്ന നരകയാതനയിൽ നിന്ന് മോചനം കിട്ടുമെങ്കിൽ ഞാൻ ധന്യനാണ്. അപ്പോൾ ഉടനെ തന്നെ കാമദേവൻ എന്ത് ചെയ്യുകയാണ്? അവിടെ ബോധരഹിതനായിട്ട് വീഴുകയാണ്. താൻ ഇങ്ങനെ ഒരു കർത്തവ്യം ചെയ്യുകയാണല്ലോ എന്ന് ഓർത്തിട്ട് കാമദേവൻ അവിടെ ബോധരഹിതനായിട്ട് വീഴുകയാണ്. ആ സമയത്ത് രതീദേവി അവിടെ എത്തുകയാണ്. രതീദേവി അവിടെ എത്തിയിട്ട് കാമദേവനെ തന്റെ മടിയിൽ കിടത്തുകയാണ്. അപ്പോ കാമദേവൻ പറയുകയാണ്: ഞാൻ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു പിടി ചാരമായി ഞാൻ മാറുന്നതാണ്. എങ്കിലും എനിക്ക് ദേവന്മാർക്ക് വേണ്ടി ഈ ഒരു ദൗത്യം ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. കാരണം ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുത്താൽ മാത്രമേ എനിക്ക് ദേവന്മാരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുകയാണ്.
ഇതുവരെ ചഞ്ചലചിത്തനായിരുന്ന മന്മഥനല്ല ഇപ്പോൾ സ്വബോധം വീണ്ടെടുത്ത് കർത്തവ്യ നിർവഹണത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. താൻ ചെയ്യാൻ പോകുന്നത് ശിവനിന്ദയായിരിക്കാം. എന്നാൽ അതുകൊണ്ട് ത്രിലോകങ്ങൾക്കും മംഗളം ഭവിക്കുമെങ്കിൽ തന്റെ ജന്മം സഫലം തന്നെയെന്ന് കാമൻ നിശ്ചയിച്ചു. അദ്ദേഹം ദൃഢചിത്തനായി കരിമ്പു വില്ലു കുലച്ച് പുഷ്പശരങ്ങൾ ഓരോന്നായി ഭഗവാന്റെ പാർശ്വഭാഗം ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. തന്റെ ആവനാഴിയിലുണ്ടായിരുന്ന സകല മോഹനാഹസ്ത്രങ്ങളും ലക്ഷ്യം പിഴയ്ക്കാതെ ഭഗവാന്റെ തിരുമാറിൽ തന്നെ പതിക്കുന്നത് കണ്ടപ്പോൾ കാമൻ ഒന്നു ചിരിച്ചു. അതോടെ ശിവന്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിച്ചു. തന്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം സംഭവിച്ചതിന് കാരണം എന്തെന്നറിയാൻ ഭഗവാൻ തൃക്കൺ തുറന്നു. 1000 സൂര്യന്മാരുടെ ചൂടും ചൂരും ആവാഹിച്ച ആ തിരുനെറ്റിയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ച അഗ്നി സ്ഫുലിംഗങ്ങളേറ്റ് കാമദേവന്റെ ശരീരം ഞൊടിയിടയിൽ കർപ്പൂര കട്ട പോലെ കത്തിയെരിഞ്ഞു. കൈലാസോപരിതലം കറുത്ത പുകപടലം കൊണ്ട് മൂടി. അവിടെ കത്തിക്കരിഞ്ഞു ചാമ്പലായത് കേവലം മന്മഥൻ എന്ന ദേവൻ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ നിയോഗിച്ച പ്രപഞ്ച നിയന്താതാവായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പ്രലോഭിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച സകല ദേവന്മാരുടെയും അഹങ്കാരം കൂടിയായിരുന്നു. അപ്പോ എന്ത് ചെയ്യുകയാണ്? കാമദേവൻ അവിടെ എത്തുകയാണ്. അങ്ങനെ തന്റെ കാമശരം ആ മഹാദേവന്റെ നേർക്ക് എയ്യുകയാണ് കാമശരം. അങ്ങനെ മഹാദേവൻ ഉടനെ തന്നെ തന്റെ തൃക്കണ്ണ് തുറക്കുകയാണ്. ആ 3ാമത്തെ കണ്ണ് തുറക്കുകയാണ് മഹാദേവൻ. ആ 3ാമത്തെ കണ്ണ് തുറക്കുന്നതിലൂടെ അതിൽ നിന്ന് അഗ്നി പോവുകയും അങ്ങനെ ഈ അഗ്നി പോയി ആരെ ഭസ്മമാക്കുകയാണ്? ആ കാമദേവനെ ഭസ്മമാക്കുകയാണ്, ചുട്ട് ഭസ്മമാക്കുകയാണ്, ഒരു പിടി ചാരമായി മാറുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്രയും വലിയ താപസിയായിട്ടുള്ള ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ആ ശിവഭഗവാനെ തപസ്സിൽ നിന്ന് ഉണർത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പാപമാണ്. അപ്പം ആ പാപത്തിന്റെ ഫലമാണ് ഇവിടെ കാമദേവൻ അനുഭവിച്ചത്. അപ്പൊ ഇത് എന്താണ്? ദേവന്മാർക്കും കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മഹാദേവന്റെ ശക്തി എന്താണ്, മഹാദേവന്റെ ആ യോഗ അല്ലെങ്കിൽ യോഗിക് പവർ എന്താണ്, മഹാദേവന്റെ ആ ബ്രഹ്മചാരിത്വം അല്ലെങ്കിൽ ആ യോഗ സാധന എന്താണെന്നുള്ള അതിന്റെ ശക്തി എത്രത്തോളമാണ്. ഒരിക്കലും അങ്ങനെ തന്റെ തപസ്സിൽ നിന്ന് ഒരിക്കലും എന്താ പറയാ വ്യതിചലിപ്പിക്കാൻ കഴിയാത്ത ഭഗവാനാണ് മഹാദേവൻ എന്നുള്ള ആ മഹാദേവന്റെ ആ ഒരു പവർ, ആ ഒരു ശക്തിയാണ് അവിടെ മഹാദേവൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. കാമദേവൻ കത്തിക്കരിഞ്ഞതോടെ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചിരുന്ന കാമം എന്ന വികാരവും കേവലം ഒരു പിടി ചാരമായി തീർന്നു. ക്ഷുദ്രജീവികളെക്കാൾ അപകടമേറിയതാണ് കാമം അഥവാ മോഹം എന്ന വികാരം. ആ കാമത്തെയാണ് ഭഗവാൻ ദഹിപ്പിച്ചു കളഞ്ഞത്. ലോകത്തിലെ ഏത് ആയുധത്തെക്കാളും ശക്തിയേറിയ ഒന്നാണല്ലോ ഭഗവാന്റെ 3ാം കണ്ണിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അഗ്നിജ്വാലകൾ. കാമദേവന്റെ ദൗത്യം പരാജയപ്പെട്ടതും അദ്ദേഹം ശിവകോപത്തിനിരയായി ജീവത്യാഗം ചെയ്തതും കണ്ട് ദേവന്മാർ ഞെട്ടിവിറച്ചു. കേവലം കാമബാണങ്ങൾ കൊണ്ട് പരാശക്തിയായ ഭഗവാനെ ബന്ധിക്കാമെന്ന് വ്യാമോഹിച്ചവർക്കുള്ള ശക്തമായ താക്കീതായി കാമദേവന്റെ ദഹനം. അപ്പോ എന്താണ് ഭഗവാനെ കേവലമായിട്ടുള്ള കാമബാണങ്ങൾ കൊണ്ട് പരാശക്തിയായ ഭഗവാനെ ബന്ധിക്കാമെന്ന് വ്യാമോഹിച്ചവർക്കുള്ള ശക്തമായ താക്കീതായിട്ടാണ് കാമദേവന്റെ ദഹനം ഇവിടെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാൻ അത്രയും ഭക്തിയായിട്ടുള്ള ശിവഭക്തരെ അല്ലെങ്കിൽ ശിവപുത്രന്മാരുണ്ട്. ശ്രീ മുരുകനായാലും ശ്രീ ഗണപതിക്കൊക്കെ അത്രയും പവർഫുൾ ആണ്. അവർക്ക് ആ യോഗ സാധന ഉള്ളവരാണ്. അപ്പം അവരെ ഒരിക്കലും അവരുടെ ഇഷ്ടമല്ലാതെ അവർക്ക് ആ ഒരു കാമം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ സാധിക്കുന്നതല്ല. ശിവാംശമായിട്ടുള്ള ആരെയാണെങ്കിലും അവർക്ക് എന്താ പറയാ നിസാരമായിട്ട് അവരിൽ ആ കാമം ജനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ തപസ് മുടക്കാനോ സാധിക്കുന്നില്ല. അത്രയും പവർഫുൾ ആണ്. പക്ഷെ മറ്റുള്ള ദേവന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അങ്ങനെ ഇതിലേക്ക് അകപ്പെടുത്താൻ കാമദേവന് കഴിയും. എന്നാൽ ഒരിക്കലും ശിവഭഗവാനെയും ശിവാംശമായിട്ടുള്ളവരെയും അല്ലെങ്കിൽ ശിവഭഗവാന്റെ അത്രയും കഠിന ഭക്തരായിട്ടുള്ളവരെയും ഒരിക്കലും ആ കാമദേവനെ സ്പർശിക്കാൻ പോലും അല്ലെങ്കിൽ അവരുടെ ആ കാമത്തെ ഉണർത്താൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. തപസ്സിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഭഗവാൻ. ഹരഹര മഹാദേവ. ശ്രീ പരമേശ്വരൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ച കഥ സുവിധമാണല്ലോ. അന്ന് പുരങ്ങൾ എരിഞ്ഞപ്പോഴും തന്റെ ഭക്തരെ ആ കാരുണ്യമൂർത്തി കൈവെടിഞ്ഞില്ല. അവർ സുരക്ഷിതരായി വർത്തിച്ചു. അതുപോലെ തന്നോട് അപരാധം പ്രവർത്തിച്ച കാമനെ ദഹിപ്പിച്ചപ്പോഴും കാമദേവന്റെ പാർശ്വങ്ങളിൽ നിന്നിരുന്ന രതീദേവിയെ ആപത്ത് കൂടാതെ കാത്തുരക്ഷിച്ചു. നിരപരാധികളെ ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഏത് ആപത്തിൽ നിന്നും അവർ സുരക്ഷിതരായി പുറത്തു വരും. എങ്കിലും ദേവകാര്യ നിർവഹണത്തിനായി സ്വന്തം പതി വെന്തെരിഞ്ഞ ശേഷം താൻ മാത്രം രക്ഷപ്പെട്ടതിൽ രതീദേവിക്ക് തെല്ലും ആശ
ആശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 ലോകങ്ങളിലെയും സകല ജീവികളും ജീവാസക്തി പകർന്നു പോന്നിരുന്ന രതിമന്മഥന്മാരിൽ ഇനി അവശേഷിക്കുന്നത് താൻ മാത്രം. ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം തനിക്ക് സംഭവിച്ചിരിക്കുന്നു. വിധവയാക്കപ്പെട്ട രതിദേവി ഹൃദയവ്യതയോടെ വിലപിച്ചു. ശിവനിന്ദ ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്നും അത് തന്റെ ജീവത്യാഗത്തിലെ കലാശിക്കൂ എന്നും കാമൻ ദേവന്മാരോട് അപേക്ഷിച്ചതാണ്. എന്നാൽ അവർ തന്റെ പ്രിയതമനെ പ്രീണിപ്പിച്ചും ഭയപ്പെടുത്തിയും ഈ സാഹസത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. അതിനാൽ ബ്രഹ്മാദി ദേവന്മാരാണ് തന്റെ പതിയുടെ മരണത്തിന് കാരണക്കാരാണെന്ന് രതിദേവി കുറ്റപ്പെടുത്തി. അപ്പോൾ രതിദേവി വളരെയധികം വിഷമിക്കുകയാണ്. തന്റെ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുകയാണ്. ഇതിന് കാരണക്കാരാണ് ആരാണ്? വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്റെ മരണമായിരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ നിർബന്ധിച്ചുകൊണ്ടാണ് കാമദേവനെ കൊണ്ട് ആ ദേവന്മാർ ഈ ഒരു ദൗത്യം ഏറ്റെടുപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാമദേവൻ ഇങ്ങനെ ഒരു മരണം വരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഈ രതിദേവി പറയുകയാണ് ഇതിന് കാരണക്കാര് ബ്രഹ്മദേവനും ദേവന്മാരുമാണ്. അതുകൊണ്ട് തനിക്ക് തന്റെ പതിയെ തിരിച്ചു വേണമെന്നുള്ള രീതിയിൽ രതിദേവി പറയുകയാണ്. കോപാകുലയാവുകയാണ്, വളരെയധികം വിഷമിക്കുകയാണ്. ദേവനിന്ദയെന്ന പാപത്തെയും ബ്രഹ്മശാപത്തെയും ഭയന്നാണ് ഈ പതി ഈ ദൗത്യത്തിന് പുറപ്പെട്ടത്. അദ്ദേഹം ചെയ്യാൻ മുതിർന്നത് ഒരു കുറ്റകൃത്യമാണെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചവരാണ് കൂടുതൽ വലിയ ശിക്ഷ അർഹിക്കുന്നവർ. അവരാകട്ടെ ഒന്നും അറിയാത്തവരെ പോലെ നിസ്സംഗതരായി മാറി നിൽക്കുന്നു. നിരപരാധിയായ എന്റെ ഭർത്താവ് കൊടും ശിക്ഷ ഏറ്റുവാങ്ങി ഒരു പിടി ചാരമായി ഒടുങ്ങി. ഇതാണോ 3 ലോകങ്ങളിലും പ്രശംസിക്കപ്പെടുന്ന ദേവനീതി? ഇതാണോ സർവജ്ഞാനിയായ ശിവശങ്കരന്റെ ശ്രുതജന വാത്സല്യം? ഇങ്ങനെ വിരഹ വിതുരയായി ഓരോന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടുവന്ന രതിദേവിയെ ബ്രഹ്മാവും ദേവേന്ദ്രനും മറ്റു ദേവന്മാരും സാന്ത്വനിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. എങ്കിലും ദേവിയുടെ കണ്ണീരടങ്ങിയില്ല. അപ്പോൾ നന്ദികേശൻ ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രതിദേവി, ഏതൊരു കാര്യത്തിനു പിന്നിലും ഒരു കാരണമുണ്ടായിരിക്കും. പരമാത്മാവായ ഭഗവാന്റെ ഇച്ഛയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അവിടുത്തെ മനോഗുണങ്ങൾ പരമരഹസ്യമെങ്കിലും അവ ലോകക്ഷേമാർത്ഥം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് ഈശ്വരഹിതത്തിന്റെ ചെറിയൊരു അംശം മാത്രം. നിഗൂഢമായി വർത്തിക്കുന്നതോ അതിന്റെ 1000 ഇരട്ടിയും പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ചലനങ്ങൾക്ക് പോലും ഭഗവാന്റെ ഇംഗിതത്തോടെ നടക്കൂ. ഇവിടെ കാര്യവും കാരണവും എല്ലാം ആ മായാമയൻ മാത്രം. കാലദോഷഭാവ മഹിമകളും പ്രവൃത്തി ശുദ്ധി അശുദ്ധി സ്ഥിരത അസ്ഥിരത ജന്മ മരണങ്ങൾ ഇവകളും ഭഗവാന്റെ വാസനകൾ തന്നെ. സൃഷ്ടിസ്ഥിതി സംഹാരാദി ഗുണങ്ങളുടെ ഏകാത്മാവായി വർത്തിക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ. ഭഗവത് സന്നിധിയിൽ അനങ്കനായി തീർന്ന നിന്റെ പതിയും അതിന് കാരണഭൂതരായി കാണപ്പെട്ട ദേവാദികളും വാസ്തവത്തിൽ ഈശ്വരഹിതത്തെ നടത്തുക മാത്രമാണ് ഉണ്ടായത്. ശിവസന്നിധാനത്തിൽ നടന്നത് കാമദേവന്റെ ശരീരദഹനമല്ലായിരുന്നു, പ്രത്യുത കാമത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദഹനമായിരുന്നു. ശ്രുതജന വത്സലനായ ഭഗവാൻ പരമേശ്വരനെ അഭയം പ്രാപിക്കൂ. അദ്ദേഹത്തെ പ്രീതനാക്കിയാൽ തീർച്ചയായും നിന്റെ പതിക്ക് ഭഗവാൻ പുനർജന്മം നൽകി അനുഗ്രഹിക്കും. നിന്റെ വൈദവ്യം മാറുകയും ചെയ്യും. ജ്ഞാനപുരളായ ശ്രീ പരമേശ്വരന്റെ പാർശ്വതനാകയാൽ തികച്ചും യോഗ്യൻ തന്നെ. നന്ദികേശ്വരൻ എന്ന് തെളിയിക്കുന്നതിനായിരുന്നു ജ്ഞാനവും സാന്ത്വനവും പകരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ. നന്ദികേശ്വരോപദേശം ശ്രവിച്ച് ശാന്തചിത്തയായി തീർന്ന രതിദേവി തന്റെ ഭർത്താവിന് പുനർജന്മം നേടിക്കൊടുക്കുന്നതിനായി ഭഗവത് പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് തപസ്സാരംഭിച്ചു. അങ്ങനെ മഹാദേവന്റെ തീരുമാനം തന്നെയാണ് ഇതെന്ന് പറയുകയാണ് ദേവന്മാര്. എന്തൊരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമെന്നും പറയുകയാണ്. മഹാദേവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? ഇവിടെ കാര്യവും കാരണവും എല്ലാം ആ മഹാമയൻ മാത്രമാണ്. അതുപോലെ തന്നെ കാലദോഷ ഭാവ മഹിമകളും പ്രവൃത്തി ശുദ്ധി അശുദ്ധി സ്ഥിരത അസ്ഥിരത ജനന മരണങ്ങൾ ഇവകളും ഭഗവാന്റെ വാസനകൾ തന്നെയാണ്. നീ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് എന്ന് രതിദേവിയോട് ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ തന്നെയാണ്. കാമദേവൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും കാരണം എന്ന് പറയുന്നതും ആ മഹാദേവൻ തന്നെയാണ്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ രതിദേവി എന്ത് ചെയ്യുകയാണ്? മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. തന്റെ പതിയെ തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള തപസ്സിലേക്ക് ഏർപ്പെടുകയാണ് രതിദേവി. ഹര ഹര മഹാദേവ ഹര ഹര ഹരോ ഹര ഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, ഇപ്പൊ കാമദേവന്റെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം ഈ കാമം എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ പല ഇതിലേക്ക് തകിടം മറിക്കുന്നത്, നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കാമം എന്നാണ്. കാമം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ
മനുഷ്യന് വളരെയധികം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും, വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് എല്ലാവർക്കും വളരെയധികം എന്താ പറയുക അധികരിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. പല പല തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പല ഇപ്പം ഏത് ഇതിലുള്ള തലമുറയിലുള്ളവരായാലും ശരി തന്നെ ഈ ഒരു ഇതിൽ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഇത് അവരുടെ ചിന്തയിൽ മനസ്സിൽ തോന്നിക്കഴിയുമ്പോൾ അവർ എന്ത് തെറ്റും ചെയ്യാനായിട്ട് മടിക്കുകയില്ല എന്നുള്ളതാണ്. അതൊരു പരമമായിട്ടുള്ള സത്യമാണ്. അപ്പം നമ്മുടെ എന്താ പറയുക ഏതൊരു പെൺകുട്ടിയായാലും ഒരു ശരീരം, ഒരു പുരുഷനായാലും ശരി ഒരു സ്ത്രീ ആയാലും ശരി, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് അവരുടെ ആ ശരീരം കൊടുത്തിരിക്കുന്ന ഈ പ്രകൃതിയാണ്, അല്ലെങ്കിൽ ആ മഹാദേവന് അല്ലെങ്കിൽ പാർവതി ദേവിയാണ് അവർക്ക് ആ ശരീരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ശരീരം കൊണ്ട് അവരെ എന്തൊക്കെ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള തെറ്റുകളെല്ലാം ചെയ്യും. അങ്ങനെ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതൊരിക്കലും ശാശ്വതമായിട്ടുള്ള ജീവിതമല്ല. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. നമ്മൾ അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ചിലർ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്ത ബന്ധമാണെങ്കിൽ കൂടി അതിൽ പോവും. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഇപ്പോൾ സ്ത്രീകളായാലും ശരി അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാതെ ഒരാളുടെ കൂടെ അങ്ങനെ പോവാതിരിക്കുക. അങ്ങനെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടാതെ പ്രേമിക്കുന്ന കാമുകൻ ആയാലും ഇപ്പം മനസ്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു തോന്നാൻ പാടുള്ളൂ. അല്ലാതെ പണത്തിന് വേണ്ടിയിട്ട് മനസ്സിന് ഇഷ്ടപ്പെടാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം പണം വാങ്ങിക്കാതെ പോലും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ പോയി അങ്ങനെ പുരുഷന്മാരുടെ പോണ സ്ത്രീകളുണ്ട്. നിങ്ങൾക്കും അവരെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല. നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ അവർ നിൽക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാമുകന്മാര്? അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾ കാമിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾ പോവേണ്ട കാര്യമില്ല. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വരികയാണ്, നിങ്ങൾക്ക് പോട്ടെ ഒരു 3000 രൂപയുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ഓടിച്ചെന്നിട്ട് നിങ്ങളുടെ കാമുകനോട് ചോദിക്കുകയാണ്, എനിക്ക് അത്യാവശ്യമാണ്, എനിക്കൊരു 3000 രൂപയുടെ ആവശ്യമുണ്ട്, എനിക്കൊരു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അന്നേരം എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന് ആ ഒരു ഇതുള്ളതുകൊണ്ടും കൂടെ. പക്ഷേ ഒരു പൈസ അയ്യോ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പൈസയും കൊടുക്കില്ല. മനസ്സിലായി? അപ്പം എത്രയോ പ്രാവശ്യം ഇങ്ങനെ ആ പയ്യൻ്റെ കൂടെ ആ പെൺകുട്ടി പോയിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും ചിലപ്പോൾ ചിലവ് ചെയ്യായിരിക്കും, എന്നാൽ പോലും ഒരു രൂപ പോലും ഒരു പൈസ പോലും ആ കുട്ടിക്ക് കൊടുക്കില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോകുന്നത്? ഒരു ഉപകാരം ഇല്ലാതെ എന്തിനാണ് പോകുന്നത്? അതുപോലെ തന്നെയാണ് തിരിച്ചും ചിലപ്പോൾ എന്തെങ്കിലും ഒരാവശ്യം വരുവാണെങ്കിൽ, ചിലപ്പോൾ ജോലിയുള്ള പെൺകുട്ടിയാണെങ്കിൽ, ഇപ്പോൾ ജോലി ഇല്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ കാണില്ല ക്യാഷ്. ഇപ്പോൾ ജോലിയുള്ള പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവൻ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടാവും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ കടമായിട്ടോ അല്ലാതെ കൊടുത്തിട്ടോ. അപ്പം പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, കാമുകിയോട് ചോദിക്കുകയാണ്, എനിക്കൊരു 5000 രൂപയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു 2000 രൂപയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിന്നിൽ ഉള്ളത് എത്രയാണ്, നീ എനിക്ക് തരുമോ, എനിക്കൊരു ആവശ്യമുണ്ട്, നിനക്ക് ഞാൻ അല്ലെങ്കിൽ പിന്നീട് തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ അവളുടെ കയ്യിൽ ചിലപ്പോൾ അവൾക്ക് ശമ്പളം കിട്ടിക്കാണും, എന്നാൽ പോലും ഒരു 1000 രൂപ എടുത്ത് കൊടുക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു പൈസയായിട്ട് പോലും ഒരു സഹായം വരുമ്പോൾ, നമുക്കൊരു സഹായം വരുന്ന സമയത്ത് ആരും തരാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയി കിടന്നു കൊടുക്കുന്നത്? എന്തിനാണ്? ചില പെൺകുട്ടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയിട്ട് കിടന്നു കൊടുക്കും. എന്നിട്ട് എന്തിനാണ്? അവരുടെ അപ്പോഴത്തേക്കുള്ള ഈ കാമം, അത് തന്നെയാണ് ഏറ്റവും ഇതായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ഈ കാമത്തിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് ഇങ്ങനെ കണ്ട ആമ്പിള്ളാരുടെ കൂടെ പോയി കിടന്നു കൊടുക്കും. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒരു പൈസ ചോദിച്ചാൽ ഇവന്മാരോട്ട് കൊടുക്കത്തില്ല. പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോയി കിടക്കുന്നത്? കിടന്നു കൊടുക്കുക, റൂം എടുത്ത് അങ്ങനെ പോകേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? അങ്ങനെ പോയി കിടന്നു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? ഒരു ഫലവും കിട്ടാല്ല. അതേ സമയത്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ വീട്ടുകാരെ നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതെനിക്ക് ചില കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും ഉണ്ട്, ചിലർ ഹസ്ബൻഡൊക്കെ ഗൾഫിലായിട്ടുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പെൺകുട്ടികളുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പം ആൺകുട്ടികളായാലും അങ്ങനെയുള്ളവരുണ്ട്. അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്കൊരു പൈസ എടുത്ത് സഹായിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഒരു പൈസ തരാനില്ലാത്തവരുടെ കൂടെ നിങ്ങൾ പോവാതിരിക്കുക. അങ്ങനെ ഫ്രീ ആയിട്ട് പോയിട്ട് ഒരു പെൺകുട്ടികളും പോയി കിടന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അപേക്ഷ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പോവാം, അത്രയും നിങ്ങൾ പ്രേമിക്കുന്ന ഒരേ ഒരു പയ്യനാണ്
ആണെങ്കിൽ ആ ഒരു പയ്യൻ്റെ പോകുന്നതിൽ തെറ്റില്ല. എന്നാലും നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ബന്ധം തുടർന്നുകൊണ്ട് പോകരുത്. മനസ്സിലായോ? നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആ പയ്യന്റെ കൂടെ ഇങ്ങനെ ഡേറ്റിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ഈ കാമുകയായിട്ടിരിക്കുന്ന പെൺകുട്ടി ഈ കാമുകന്റെ കൂടെ പോകുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ പോകും, ഒരു പൈസയും വാങ്ങില്ല, ഫ്രീ ആയിട്ടാണ് പോണത്. ഫ്രീ ആയിട്ട് പോയിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം ആസ്വദിക്കും, അവൻ നല്ല രീതിയിൽ ആ കുട്ടിയെ ഉപയോഗിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കുട്ടി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചെന്ന് എന്തെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ ഇവൻ കൊടുക്കും. ഇവൻ ഒരു 5 പൈസ കൊടുക്കില്ല. അങ്ങനെയുള്ള നക്കി എച്ചി പട്ടികളുണ്ട്, മനസ്സിലായോ? അങ്ങനെയുള്ള നക്കി എച്ചി പട്ടികളുടെ കൂടെ പോവാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുക, മനസ്സിലായോ? ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെ പോകുന്ന പെൺകുട്ടികളുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്, പൈസയ്ക്ക് വേണ്ടി പോകുന്ന. അവർക്ക് വേറൊരു പേരാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അവരവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും ചില പെൺകുട്ടികൾ അങ്ങനെ പോകുന്നത്. നമുക്ക് അത് തെറ്റ് ഇതാക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ അറിയാൻ കഴിയുന്ന ഒരുപാട് ഈ കാമത്തിന് അടിമപ്പെട്ടിട്ടല്ല അവർ പോകുന്നത്. അവരുടെ ഹസ്ബൻഡ് ചിലപ്പോൾ അവരെ നോക്കുന്നില്ലായിരിക്കും, കാണുന്നില്ലായിരിക്കും, അവർക്ക് ജോലി കിട്ടുന്നില്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ അവർ പോവാറുണ്ട്, പൈസയ്ക്ക് വേണ്ടി പോവാറുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, അങ്ങനെ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമല്ലാതെ നിങ്ങൾ ഒരുത്തന്മാരുടെയും കൂടെ പോയി കിടന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെടാതെ ഒരുത്തൻ വന്നിട്ട് നിങ്ങൾക്ക് 5000 രൂപ തരാം, എൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അവനെ കാണാൻ ഒരു വകയ്ക്കും കൊള്ളില്ലായിരിക്കും, നിങ്ങളെ മനസ്സിന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പോകണം? നിങ്ങൾ ഉള്ള കഞ്ഞിയും കുടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ കിടക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഇപ്പം അതാണ് ട്രെൻഡിങ്, ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഈ പറയുന്ന പോലെയുള്ള റിലേഷൻഷിപ്പുകളാണ് ഇപ്പം കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ ഇവന്മാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സുന്ദരിയായിട്ടുള്ള പെൺപിള്ളേർ, എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്ക് പല കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ സിറ്റിയിലാണെങ്കിൽ തന്നെ സുന്ദരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ ഇവന്മാര് പ്രേമിച്ചിട്ട് ഇവന്മാര് കൊണ്ടുപോയി 10, 11, 12 അല്ലെങ്കിൽ 1 മാസം 3 മാസം അവന്മാർക്ക് മടുക്കുന്നവരെ ഇവന്മാര് കൊണ്ടുപോകും, റൂം എടുക്കും, ഇവന്മാര് ഫ്രീ ആയിട്ട് ചെയ്യും. എന്നിട്ട് ഈ കുട്ടിക്ക് ചിലപ്പോൾ വല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, വെള്ളം വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യത്തേ ഉള്ളൂ. ഒരു പൈസയും കൊടുക്കത്തില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നത്? കാരണം ഇവർക്ക് കാമമാണ്, മനസ്സിലായി? ഇവർക്ക് കാമം തീർത്താൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഈ പെൺകുട്ടികൾ ഈ കാമം ഉള്ളത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉള്ള പയ്യന്മാരുടെ കൂടെ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദേവി തന്നിട്ടുള്ളതാണ്. പെൺകുട്ടികളെ ശരീരം എന്ന് പറയുന്നത് ദേവി തന്നിട്ടുള്ള ശരീരം. അപ്പം അത് നിങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെ പോയി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളപ്പോൾ ഇനി ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുക. ഇനി ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിക്കുക. നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഒരു 1000 രൂപയെങ്കിലും കേട്ട് നോക്കൂ. നിങ്ങൾക്ക് തരുന്നവനല്ലാന്നുണ്ടെങ്കിൽ ആ എച്ചീനെ നിങ്ങൾ പിന്നീട് അവൻ്റെ കൂടെ നിങ്ങൾ പോവാതിരിക്കുക. മനസ്സിലായോ? കാരണം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ അവൻ്റെ കൂടെ പോയി ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാമം ജനിച്ചപ്പോൾ, ഇപ്പൊ കാമദേവന്റെ ഇത് പറഞ്ഞ പോലെ തന്നെയാണ്, ആ ഒരു കാമം ജനിച്ചപ്പോൾ നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാമുകന്റെ കൂടെ പോയി പല പ്രാവശ്യം നിങ്ങൾ പോയി കിടന്നു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ ചിലവുകളൊക്കെ നോക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഒരു 1000 രൂപ ചോദിച്ചു നോക്കുമ്പോൾ അവൻ തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അവനെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. പിന്നെ അവൻ്റെ കൂടെ പോവാൻ നിങ്ങൾ ശ്രമിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ആ ഒരു ഇത് വേണ്ടാന്ന് വെക്കുക. മനസ്സിലായി? നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ട് അല്ലെങ്കിൽ ലവർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇപ്പം എല്ലാ ആമ്പിള്ളേരെക്കാളും കൂടുതൽ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഉള്ളവരായിരിക്കും. അവരുടെ കയ്യിൽ എന്തായാലും ഒരു 3000, 4000 രൂപയെങ്കിലും എടുക്കാൻ കാണും. അത് എടുക്കാതിരിക്കാതൊന്നും കാണത്തില്ല. അവർക്ക് ഒന്നുമില്ലെങ്കിൽ ശമ്പളം, സാലറി കിട്ടുന്ന സമയത്തെങ്കിലും അവരുടെ കയ്യിൽ ക്യാഷ് കാണും. മനസ്സിലായോ? പക്ഷെ അവർ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകരുത്. എന്തിനാണ് നിങ്ങളുടെ ശരീരം കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് ആ ഒരു കാമം ജനിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ കാമുകനായാലും ആരായാലും ശരി തന്നെ, നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പോയി ഇങ്ങനെ റൂമുകളെടുത്ത് നിങ്ങൾ പോകുന്നത് എന്തിനാണ്? ആദ്യം നമ്മുടെ സർക്കാരിനെയാണ് ഇതിൽ പ്രശ്നം കൊണ്ടുവരേണ്ടത്. പണ്ട് കാലത്ത് ഇങ്ങനെ ഹോട്ടലിൽ റൂമുകൾ എടുക്കാൻ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു ഇത് സർക്കാർ വന്നതിലാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിട്ട് ഈ പിള്ളേരെ എല്ലാം വഴിതെറ്റിപ്പിക്കുന്നതാണ്. ഞാൻ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹോസ്റ്റലിൽ അവിടെ ഇതേപോലെ ബാത്റൂം പൊളിച്ച സമയത്ത് അതിൽ നിന്നും ഒരുപാട് ആയിരക്കണക്കിനൊന്നും പറയില്ല, അതിൽ കൂടുതൽ കോണ്ടംസ് ആണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പം ഈ കാമം എന്ന് പറയുന്നത് അത്രയും ഇതായിട്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ
കേരളത്തിലും ഇപ്പം ഈ വളരെയധികം ഈ ബാംഗ്ലൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇത് വളരെയധികം ഇതായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഭാവി കുട്ടികളല്ല, ചെറുപ്പക്കാരായാലും ഏത് പ്രായത്തിലുള്ളവരായാലും ശരിയാണ്, അവരവരുടെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് കാമം 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 ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവർ പല തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഒരു കണ്ടുപിടുത്തം വന്നതോടുകൂടി തന്നെ ഈ ഫോൺ വഴി തന്നെ പല പല ബന്ധങ്ങളിൽ പോയി പെടുകയും, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇതിലൂടെയൊക്കെ പല പല മെസ്സഞ്ചർ വഴി അങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഇവർ പോയി ചാടുന്നുണ്ട്. മനസ്സിലായി? പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലർ വീഡിയോ ഒക്കെ ഞാൻ പറയട്ടെ, ഈ ചിലർ റൂം എടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഈ പെൺകുട്ടികൾ അറിയുകയില്ല. ഈ പെൺകുട്ടികൾ അറിയത്തില്ല, അവന്മാർ എവിടെയെങ്കിലും ഒക്കെ ഓരോ ക്യാമറ വെച്ചിട്ടുണ്ടാവും. വഴി ഈ പെൺകുട്ടികളുടെ ഈ പറയുന്ന റൂമിലുള്ള കാര്യങ്ങളെല്ലാം അവന്മാർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇവന്മാരിത് പല സൈറ്റുകളിൽ ഇട്ടിട്ടുണ്ടാവും. അതുപോലും ഈ പെൺകുട്ടികൾ അറിയത്തില്ല. എന്നിട്ട് ഈ പെൺകുട്ടികൾ എന്താണ്, വിശ്വാസത്തിന്റെ പുറത്ത് ഇവന്മാരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ പോവരുത്. എനിക്ക് അതാണ് പറയാനുള്ളത്. എല്ലാ പെൺകുട്ടികളോടും ഇതാണ് പറയുന്നത്. നിങ്ങളുടെ കാമത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്ത്, ഇപ്പോഴുള്ള തലമുറയ്ക്ക് എന്ന് വെച്ചാൽ ഈ കാമത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഇപ്പോഴുള്ള കുട്ടികൾക്കോ ആൺകുട്ടികൾക്കായാലും പച്ചയ്ക്ക് പറയുകയാണ്. കാരണം അത്രയും സഹിയിട്ടതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടും അറിഞ്ഞിട്ടുള്ളതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ പുതിയ തലമുറയിലുള്ളവരായാലും ഏത് ചെറുപ്പക്കാരായാലും ആരായാലും ശരി തന്നെ, വിവാഹം കഴിച്ചവരായാലും എങ്ങനെയുള്ളവരായാലും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരായാലും ഏത് തരത്തിലുള്ളവരായാലും ശരി, നിങ്ങളുടെ കാമത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം പലതരത്തിലുള്ള സൈറ്റുകളിൽ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, പലതരത്തിലുള്ള സെക്സ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോസ് ഇതൊക്കെ കണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അഡിക്റ്റഡ്, ചിലർ ഇതിൽ അഡിക്റ്റഡ് ആയിപ്പോയി. ഇങ്ങനെ അഡിക്റ്റഡ് ആയിപ്പോയിട്ടാണ് പല തെറ്റുകളും ചെയ്യുന്നത്. ചില മയക്കുമരുന്നില് MDMA പോലുള്ള ഇതിലൊക്കെ പോയി പെടുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പം ഇതെല്ലാം നിർത്തുക എന്നുള്ളതാണ്. ഈ ഒരു തെറ്റായിട്ടുള്ള ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. മനസ്സിലായി? നമുക്ക് എപ്പോഴും നമ്മുടെ ഇതിലൊരു കൺട്രോളിങ് വേണം. നമുക്ക് ആ ഒരു കൺട്രോളിങ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ആ പഴയ സംസ്കാരം ഒന്നും അല്ല, കേരളത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ സംസ്കാരമോ അല്ലെങ്കിൽ പഴയ തലമുറകളോ പഴയ കാര്യങ്ങളോ ഒന്നും അല്ല. ഇപ്പം നല്ല കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പം വളരെയധികം ഈ മാതാപിതാക്കളായാലും തന്നെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ബാഗ് ചെക്ക് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മനസ്സിലായോ? അപ്പം വളരെയധികം വഴിപിഴച്ചു പോയിട്ടുള്ള ഒരു തലമുറയാണ് ഇത് തന്നെയെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ എനിക്ക് പെൺകുട്ടികളോട് ഇത് പറയാനുള്ളത്, നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെ വെറുതെ അവന്മാർ മിസ്യൂസ് ചെയ്യാണ്. അവന്മാർ ചിലപ്പോൾ നിങ്ങളെ വീഡിയോ പോലും എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ ഓരോ റൂമുകളിൽ പോകുമ്പോൾ ഇവന്മാർ ഇത് കൊണ്ടുപോയിട്ട് കൂട്ടുകാരന്മാരുമായിട്ടിരുന്ന് ഒരു റൂമിൽ പോയിരുന്ന് ഇത് ആസ്വദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജീവനായിട്ട് കണ്ട് നിങ്ങൾ വിശ്വസിച്ച് പോയ ആ കാമുകൻ എന്ന് പറയുന്നവൻ ചിലപ്പോൾ നിങ്ങളെ ഇതുപോലെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാ പയ്യന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എല്ലാവരും അങ്ങനെ അല്ല. പക്ഷേ ഇങ്ങനെയുള്ള പയ്യന്മാരും ഉണ്ട്. മനസ്സിലായി? ഇങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയില്ല, മതവും ഇല്ല, ഒരു ഇതും ഇല്ല, വർഗവും ഇല്ല, ഒന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഒരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഒരു പെൺകുട്ടിയെ നോക്കുക പോലും ഇല്ലായിരുന്നു. അവരുടെ ഇതിലുള്ള പെൺകുട്ടികളെ മാത്രമേ പ്രേമിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുകയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഈ മുസ്ലിം പയ്യന്മാർ പോലും നമ്മുടെ ഹിന്ദു പെൺകുട്ടികളെ വളച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ മനസ്സിലായി, തിരിച്ചും നടക്കുന്നുണ്ട്. അതുപോലെ ഈ എന്താ പറയാ, ജാതി മത ഭേദങ്ങൾ ഒന്നും ഇപ്പൊ നോക്കുന്നില്ല. അതൊക്കെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? അപ്പം അവരവരുടെ സമുദായത്തിൽ അവരവർക്ക് വേണ്ടിയിട്ട് ഓരോ പെൺകുട്ടികളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അവരെ സ്നേഹിക്ക്. അല്ലെങ്കിൽ ഹിന്ദുക്കളായാലും അവരവരുടെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ ജാതി മതമൊന്നും പറയുന്നതല്ല. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ ജാതി മതമൊക്കെ ഇതൊക്കെ പറയുന്നതാണെന്ന് നിങ്ങൾ കരുതും. ജാതി മതം അങ്ങനെയൊന്നും പറയുന്നതല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിട്ടെ, നിങ്ങളുടെ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടീനെയാണ് നമ്മുടെ സമുദായത്തിലുള്ളൊരു പയ്യൻ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കോ? ഇല്ലല്ലോ. അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് തിരിച്ചും പൊള്ളുന്നത് അല്ലേ, നമുക്ക് തിരിച്ചും വിഷമം ഉണ്ടാകുന്നതുകൊണ്ട് അത് തന്നെയാണല്ലേ. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും അല്ലാതെ വേണ്ടിയിട്ടായാലും എങ്ങനെ വേണ്ടിയിട്ടായാലും നിങ്ങൾ പോവാതിരിക്കും. നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നതിന് പ്രശ്നമില്ല.
അതേസമയം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഉപയോഗം നിങ്ങൾക്കില്ലാതെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ അതിന് പോലും സഹായിക്കാതെ നിങ്ങളുടെ ശരീരം മാത്രം മോഹിച്ചിട്ട് വരുന്ന ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ, ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള റൂഡായിട്ടുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ നിങ്ങൾ ഒരു ബന്ധവും വെക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുക. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ഒരു പെൺകുട്ടികളും ഒരുത്തന്മാരുടെയും കൂടെ അങ്ങനെ പോവാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് തിരിച്ചും പറയാനുള്ള ഒരാൺകുട്ടികളും അങ്ങനെ ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോവാതിരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇത് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഈ കാമദേവന്റെ ഇത് വായിച്ചുകൊണ്ട് ഞാൻ പറയും, ഈ കാമം എന്ന് പറയുന്നത് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാത്തവനാണെന്നുണ്ടെങ്കിൽ അവനെ വിട്ടുകളയുക. എല്ലാ പെൺകുട്ടികളോടും എനിക്കിതാണ് പറയാനുള്ളത്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപകരിക്കാത്ത, അത് ഏത് സുഹൃത്തായാലും ശരി, അത് എത്ര വലിയ ലവർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇത് കാമുകനാണെന്നെങ്കിലും ശരി, നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. പിന്നെ വീണ്ടും നിങ്ങൾ അവന്റെ കൂടെ പോവാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഓക്കെ, വിവാഹത്തിന് ശേഷം ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലാതെ വിവാഹത്തിന് മുമ്പ് ഇതെനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. മനസ്സിലായോ? അതിനുള്ള ഒരു ധൈര്യമെങ്കിലും നിങ്ങൾ കാണിക്കുക. പക്ഷെ ഇപ്പോഴുള്ള പെൺകുട്ടികൾ അതിനുള്ള ധൈര്യം പോലും കാണിക്കാറില്ല. കാരണം അവർക്ക് ഇത് മാത്രം മതി. അവർക്ക് ആ കാമം അവർക്ക് ജനിക്കുമ്പോൾ അവർക്ക് ഈ ഒരു സുഖം മാത്രം മതി. അതിനു വേണ്ടിയിട്ട് അവരവരുടെ ശരീരത്തെ എന്ത് ചെയ്യാനും കൊടുക്കും. എങ്ങനെ പിച്ച് ചീന്താനും എന്താ പറയാ, എത്ര പേരുടെ കൂടെ പോകാൻ, അല്ലെങ്കിൽ 5 പേര്, ചില ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. 5 പേര് ഒരു പെണ്ണ്, 4 പേര് ഒരു പെണ്ണ്, 3 പേര് ഒരു പെണ്ണ്, ഇങ്ങനെയൊക്കെ നടക്കുന്ന അതിന് കുറെ ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ പല രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് എല്ലാം അധപ്പതിച്ചു എന്ന് പറയാം. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് എനിക്കിനി എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം നമ്മുടെ സംസ്കാരങ്ങളായാലും നമ്മുടെ കാര്യങ്ങളായാലും എല്ലാം തന്നെ നശിച്ചു. ഇതിപ്പോൾ സിനിമാ ലോകത്ത് മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് സിനിമാ ലോകത്ത് മാത്രമല്ല നടക്കുന്ന, നമ്മുടെ ചില സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. മനസ്സിലായോ? നല്ലവരാരാണ്, കൊള്ളാത്തവരാരാണ്, ആ തെറ്റ് ചെയ്യുന്നവരാരാണ്, തെറ്റ് ചെയ്യാത്തവരാരാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള കാര്യം വെച്ചാൽ, നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുക. ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയി ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോയി കിടന്നു കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പൈസ വാങ്ങിയിട്ട് വല്ലപ്പോഴും പൈസ നിങ്ങൾ ചോദിക്കുക. എപ്പോഴും അവന്മാരിൽ പൈസ ഉള്ളു. നിങ്ങൾ അവന്മാര് വിളിക്കുമ്പോ അങ്ങനെ പോവാതിരിക്കുക. മനസ്സിലായോ? വിളിക്കുമ്പോ അവൻ വിളിക്കുകയാണ്, നീ ഇന്ന് എൻ്റെ കൂടെ വരണം, എനിക്ക് റൂം എടുക്കണം, എന്ന് ചെയ്യണം, നീ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഓടി പോവുകയാണ്. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് റെഡിയായി. അങ്ങനെ പോവാതിരിക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾ പറയാം, ഞാൻ വരാം, എനിക്ക് ഇത്ര പൈസ തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്കൊരു ആവശ്യമുണ്ട്, നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ എനിക്ക് തരാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ തരാൻ പറ്റില്ലെന്ന് പറയില്ല, അവൻ പറയും, നീ വന്നോ, ഞാൻ നിനക്ക് തരാം, എൻ്റെ ഉള്ളത് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പോവാതിരിക്കുക. അല്ലെങ്കിൽ വല്ല 500-1000 തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോവരുത്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ശരീരത്തിന്, ഇതിനായാലും പെൺകുട്ടികൾക്കായാലും ആ ഒരു വിലയുണ്ട്. ആ വില നിങ്ങൾ മനസ്സിലാക്കുക. ആ വില വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ പോവരുത്. അപ്പൊ അവൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ നോ പറയാനുള്ള, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാനുള്ള ഒരു വോയിസ് നിങ്ങൾക്ക് വേണം. മനസ്സിലായി? അല്ലെങ്കിൽ എനിക്ക് ഇത്ര എമൗണ്ട് വേണം, നീ എനിക്ക് തരുമോ, എങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം, എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എനിക്കൊരു ആവശ്യമുണ്ട്, നിനക്ക് തരാൻ പറ്റുമോ, എങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ തരുവാണെങ്കിൽ നിങ്ങൾ പോവാ. ഇല്ലെങ്കിൽ നിങ്ങൾ പോവരുത്. എന്തിനാണ് അങ്ങനെയുള്ളവന്മാരെ? നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഇല്ല ഇവന്മാരെ കൊണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ പോവാതിരിക്കുക. അങ്ങനെ ഒരു സുഖം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. അങ്ങനെ ഒരു സുഖം ഇല്ലെങ്കിൽ ഇല്ലാന്ന് കരുതാം. മനസ്സിലായോ? നിങ്ങൾക്കൊരവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തവരെ നിങ്ങൾക്ക് പിന്നെ എന്തിനാണ്? മനസ്സിലായോ? നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളൊരു സൗഹൃദം, എന്തിനാണ് അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, എന്തിനാണ് അങ്ങനെയുള്ളൊരു ലവർ? നിങ്ങൾക്ക് അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. മനസ്സിലായോ? ഇത് തന്നെയാണ് എനിക്ക് തിരിച്ച് ആൺകുട്ടികളടുത്തായാലും പറയാനുള്ളത്. ഇപ്പം ജോലിയുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചെന്ന് ഒരു കുറച്ച് പൈസ ചോദിച്ച് തരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഒരു ഇതില്ലാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് എന്തിനാണ്?
നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കുമ്പോഴാണ് സഹായിക്കും കൂടെ ചെയ്യുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന് ആ ഒരു ദൃഢത ഉണ്ടാകുന്നത്. ഇത് ചുമ്മാ അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യം കാണുക, അവരുടെ കുറച്ച് സുഖം ഉണ്ടാകുക, കളയുക, പോവുക, പിന്നെ അടുത്ത ഇത് തേടി പോവുക, അങ്ങനെ ചതിക്കപ്പെടുന്നവരും ഉണ്ട് വളരെയധികം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചതി സംഭവിച്ചു, രണ്ടാമത് ചതി സംഭവിച്ചു, മൂന്നാമത് ചതി സംഭവിച്ചു, പിന്നെയും ഈ ചതിക്ക് വേണ്ടിയിട്ട്, ചതി സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ പെൺകുട്ടികൾ നിന്നു കൊടുക്കുന്നത്, എന്തിനാണ് ഈ ആൺകുട്ടികൾ നിന്നു കൊടുക്കുന്നത്? മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ഇതെല്ലാം കളഞ്ഞിട്ട് ഭഗവാനിൽ ഒരു അഭയം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ജന്മം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രണയങ്ങളും ഇല്ല, നല്ല രീതിയിലുള്ള ബന്ധങ്ങളും ഇല്ല, ആർക്കും ഒരു സഹായവും മനോഭാവവും ഇല്ല, എല്ലാവരും സ്വാർത്ഥരുമാണ്. അവരവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹ പ്രകടനം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു സമയം വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ സഹായിച്ചിട്ടുള്ളവരാണ്, നമ്മൾ കടം കൊടുത്തിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുള്ളവർ കാണും. പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഈ പറയുന്ന ഒരു തെണ്ടികളും ആരും കാണത്തില്ല നമ്മുടെ കൂടെ. മനസ്സിലായോ? നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരുത്തരും നമ്മുടെ കൂടെ കാണത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോവാതിരിക്കുക, അങ്ങനെ ഒരു ലൈഫിലേക്ക് പോവാതിരിക്കുക, അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവാതിരിക്കുക. ഈ ചെയ്യുന്നതും തെറ്റാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ആ തെറ്റിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പ്, അത് ലവ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആ ഒരു ഇത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ഇത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുക. ഏതൊരു സ്ത്രീക്കായാലും അവളുടേതായിട്ടുള്ള വിലയുണ്ട്, അവളുടേതായിട്ടുള്ള അഭിമാനമുണ്ട്, അവളുടേതായിട്ടുള്ള ഇതുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ വിലയും നിങ്ങളുടെ ഇതും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കളഞ്ഞു കുളിക്കാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് ആൺകുട്ടികളോടും പറയാനുള്ളത്. നിങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയുള്ള ഇങ്ങനെയുള്ള അരങ്കഴിഞ്ഞ് ജീവിക്കുന്നവര് അത് ജീവിക്കാതിരിക്കുക. ഒരുപാട് നല്ലവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ളവരാണ് ഉള്ളത് ഈ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഇതിലിനി ആർക്ക് എന്ത് ഇത് തോന്നിയാലും എനിക്കൊന്നുമില്ല. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, സത്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ എന്ന് നോക്കാം കേട്ടോ. മിഥുൻ മാത്യു, SP ലത, ബിനു, ഡാലിയ ജോസഫ്, വിജിത്ത്, ശ്രീലാൽ, ഇത്രയും പേരാണിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ. അപ്പൊ ഇന്ന് നമ്മൾ വായിച്ചതെന്ന് പറയുന്നതും ഈ ഒരു കാമദേവന്റെ ഇത് തന്നെയാണ്. അപ്പൊ ഈ കാമം എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാമം എന്ന് പറയുന്നത് കാരണമാണ് നമുക്ക് പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത്, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല തെറ്റുകൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു കാമം വരുന്നത് കൊണ്ടാണ്. അപ്പൊ ആ കാമത്തെ നമ്മൾ നിയന്ത്രിക്കാന്നുള്ളതാണ്. അത് നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. നമുക്ക് എവിടെയാണോ ഒരു ഇതുണ്ടാകുന്നത് അവിടെ നമുക്കൊരു അഭയം കിട്ടുന്നത് അപ്പോഴായിരിക്കും. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക, അതെല്ലാവരും മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാത്ത ആരെയും നമ്മൾ ആ ഒരു റിലേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. ഇനി അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പഠിക്കുക. കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. ഭഗവത് കാര്യങ്ങളിലേക്കും ഭഗവത് ചിന്തയിലേക്കും ആ മനസ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ നേർവഴിക്ക് പോവാന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര.